പാപം ചെയ്ത ദൂതന്മാരെ ദൈവന്യായവിധിക്കായി അന്ധതമസിൻ കീഴിൽ ചങ്ങലയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇതാരാണ് ഈ പാപം ചെയ്ത ദൂതന്മാർ? അത് ലൂസിഫർ അല്ല എന്ന് വ്യക്തം. നമ്മുടെ വിഷയമല്ലെങ്കിലും അത് പഠിക്കേണ്ടതുണ്ട്. ആരാണവർ? ഈ ലൂസിഫറിൻ്റെ പതനം സംഭവിക്കും മുമ്പ് തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് നിന്ന് വ്യത്യസ്തമായൊരു സംഭവം മുമ്പോ ശേഷമോ എന്നതിനപ്പുറത്ത്. അത് സംബന്ധിച്ച് കാര്യമായ പരാമർശങ്ങൾ ബൈബിളില്ലെങ്കിലും അനിവാര്യമായ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ ദൂതഗണങ്ങൾക്ക് ഭവിച്ച ആ പരാജയം എന്താണ് സംഭവിച്ചത്? ഈ പാപം ചെയ്ത ദൂതന്മാർ ആരാണ്? യൂദയുടെ ലേഖനത്തിൽ ഈ വാക്യമുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യൂദ പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. സോദോമും ഗൊമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളും ചെയ്തു വന്നതുപോലെ ഈ ദൂതഗണങ്ങൾ ചെയ്തത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയി അന്യജഡം മോഹിച്ചു. അന്യജഡം മോഹിച്ച ഈ ദൂതന്മാരാരാണ്? ഈ അന്യജഡം മോഹിച്ചു എന്ന പ്രയോഗത്തിൽ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി എന്നൊരു പരാമർശം കൂടി കാണും. എനിക്കൊന്നും അത് എടുത്ത് വായിച്ചു പോകുന്നതാണ് നല്ലത്. വായിക്കാം. യൂദാ ലേഖനത്തിലേക്ക് വരാം. റഫറൻസ് പറയാം. വായിച്ചോളൂ. പതിനാറാം വാക്യം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. ആറാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. കേൾക്കണം. ഇവിടെ ഒരു ഗ്രൂപ്പിനെ കാണുകയാണ്. അവര് സ്വന്തം വാസസ്ഥലം വിട്ട് പോയി. എന്നിട്ട് എങ്ങോട്ടാ പോയത്? വായിക്കാം. എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവർ ചെയ്ത കുറ്റം താഴെ പറയുന്നുണ്ട്. അതുപോലെ സോദോമും ഗൊമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു. അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പോൾ നോക്കണം, സോദോമിലും ഗൊമേറയിലും നടന്ന പാപങ്ങൾക്ക് തത്തുല്യമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് സോദോമിലും ഗൊമേറയിലും എന്ത് നടന്നു നമുക്കറിയാം. അഡൾട്ടറി, തിന്മ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉണ്ടായി. ഈ അവസ്ഥാവിശേഷങ്ങൾ എങ്ങനെയാണ് ഒരു ദൂതന് ചെയ്യാൻ പറ്റുക? അതൊരു മിസ്റ്റിക്കൽ പാസേജാണ്. ഒരു ദൂതൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതൊന്ന് കാര്യമായിട്ട് പറയാനുണ്ട്. ഈ സ്പിരിറ്റ് ബീയിങ്സ് ആണ് ദൂതഗണങ്ങൾ. അവറ്റകൾക്ക് നാം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തിന്മ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എന്താണ് ഈ പാപം എന്ന് പഠിക്കുന്നതിലാണ് അതിൻ്റെ കാര്യമിരിക്കുന്നത്. വിലക്കപ്പെട്ടത് ചെയ്യുന്നതാണ് പാപം. ഒരു കാര്യം വിലക്കുന്നില്ലെങ്കിൽ അത് പാപമല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നിയമം ഇല്ലാത്ത ഇടത്ത് നിയമലംഘനമില്ല. നമ്മളൊരു റോഡിൽ കൂടി യാത്ര ചെയ്യുകയാണ്, അതൊരു തെറ്റല്ല. പക്ഷേ അത് വൺ വേ ആണ്. അത് തെറ്റിക്കുമ്പോൾ നിയമമുള്ളത് കൊണ്ടാണ് അത് പാപമാകുന്നത്, പെനാൽറ്റി വരുന്നത്. അല്ല റോഡിൽ കൂടി പോകുന്നതിൽ എന്താ പാപം? തെറ്റൊന്നുമില്ല. നിയമമില്ലാത്തിടത്ത് നിയമലംഘനമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദം ഹവ്വയുടെ തെറ്റെന്താ? നിയമലംഘനമാണ്. ഏത് നിയമലംഘനവുമാണ് പാപം. നിയമമില്ലെങ്കിൽ അതൊരു സാധാരണ ആക്ടിവിറ്റിയാണ്, സാധാരണ പ്രവൃത്തിയാണ്. അത് സാധൂകരിക്കാൻ പറ്റും. എന്നാൽ നിയമം എനിക്കറിയില്ല എന്നത് പോലും ഒരു ന്യായീകരണമല്ല. തെറ്റിന് ശിക്ഷ കനത്തതാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെയൊക്കെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട്. ഞാനിത് അറിഞ്ഞില്ല എന്നൊരുവൻ പറഞ്ഞാൽ അവൻ കുറ്റവാളിയൊന്നും ആകാതിരിക്കുന്നില്ല, കുറ്റവാളിയാണ്. അവൻ അറിയണം, നിയമത്തെക്കുറിച്ച് ബോധ്യം അവന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സ്പിരിറ്റ് ബീയിങ് ചെയ്ത തെറ്റ് എന്താണ്? അവർ ചെയ്ത ആക്ട് എന്താണ്? അത് മനസ്സിലാക്കുന്നു. അവർക്ക് ദൈവം എന്തെങ്കിലും നിയമം കൊടുത്തിരുന്നുവോ ഇല്ലയോ നമുക്കറിയില്ല. നിയമം ഉണ്ടാകണം, എഴുതപ്പെട്ടതല്ലെങ്കിൽ കൂടി
അവ ചെയ്യാൻ പാടില്ലാത്തത് കൊടുത്തിരിക്കണം. നിയമം ഏതൊക്കെ രൂപത്തിൽ വരാം? ലിഖിത നിയമമുണ്ട്, റിട്ടൺ. ഓറൽ ലോസ് ഉണ്ട്, വാമൊഴികളിലൂടെ കൈകാര്യം ചെയ്യാവുന്ന നിയമമുണ്ട്, റിട്ടൺ അല്ല. നോംസ് ഉണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, നമ്മളെ ശരീരത്തോളം നോംസ്. ഇനിയുണ്ട് അത് മനസാക്ഷിയുടെ പ്രമാണമുണ്ട്. ഏറ്റവും വലിയൊരു പ്രമാണം തന്നെയാണത്. നിയമമില്ലാത്തടത്ത് മനസാക്ഷിയാണ് പ്രധാനം. കൊല ചെയ്യരുതെന്നും തിന്മയായത് പ്രവർത്തിക്കരുതെന്നുമൊക്കെ അന്ധക്കരണം നമുക്ക് തരുന്ന വിലക്കുണ്ട്. ആ വിലക്കുകളുടെ ലംഘനം പാപമാണ്. കാരണം ആ മനസാക്ഷിയെ നമ്മുടെ ഉള്ളിൽ തന്നവൻ ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് ദൂതന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ, മനസാക്ഷിയുണ്ട്, ഫ്രീ വില്ലുണ്ട്, പല ഘടകങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദൂതൻ ചെയ്ത ആ തെറ്റെന്തെന്ന് തണുപ്പിച്ചു പറയാൻ നമുക്ക് വാക്യമില്ല. പക്ഷെങ്കിൽ ആ തെറ്റ് സംബന്ധിച്ച സൂചന തരുന്നു. അന്യജഡം മോഹിച്ചു, സ്വന്തം വാസസ്ഥലം വിട്ടു. ഈ വാസസ്ഥലം എന്നതിന് ഉപയോഗിച്ച ഗ്രീക്ക് വേർഡ് ഒയ്ക്കറ്റീരിയോൺ ആണ്. ഒയ്ക്കറ്റീരിയോൺ. എക്കണോമിക്സ് അതൊക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. ഒയ്ക്കോസ്, ഒയ്ക്കറ്റീരിയോൺ. ഈ പദം ഉപയോഗിച്ച വേറെ സ്ഥലമുണ്ട്. പൗലോസ് ലീഹ പറയുക, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനമഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. കൈപ്പണിയല്ലാത്തത് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ അവിടെ കിടക്കുന്നത് കൂടാരമായ ഭൗമഭവനം ഏതാണ്? പൗലോസ് ഉദ്ദേശിച്ച കൂടാരമായ ഭൗമഭവനം ഈ ശരീരമാണ്. അതേപോലെ ഉപയോഗിക്കുക, സ്വന്തം വാസസ്ഥലമാകുന്ന ഒയ്ക്കറ്റീരിയോൺ വിട്ടിട്ട് ദൂതഗണങ്ങൾ മറ്റൊരു ബോഡി ഇഷ്ടപ്പെട്ടു, മറ്റൊരു ബോഡി എടുക്കാൻ ഇഷ്ടപ്പെട്ടു. ആ ബോഡി കൊണ്ട് സോദോമും ഗൊമേറയും ചുറ്റുമുള്ള പട്ടണങ്ങളിലും ചെയ്തു വന്ന പ്രവൃത്തി അവർ ചെയ്തു. അതെവിടെ ചെയ്തു എന്നൊന്നും വാക്യമില്ല, ചില സൂചനകളേ ഉള്ളൂ. അപ്പോൾ ദൈവം അവയെ പിടിച്ചു പൂട്ടി. ദൈവം അവയെ അന്ധകാരത്തിന് കീഴിൽ എന്നേക്കുമുള്ള ചങ്ങലയിൽ സൂക്ഷിച്ചു, പിളർപ്പിനുള്ളിൽ, ഓട്ടംലെസ് പിറ്റിൽ. വേണമെങ്കിൽ ആ ദൂതൻ്റെ അത്തരം പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ ചർച്ചയാകാം. പക്ഷെ അത് ഒത്തിരി വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് അവിടെ സംഭവിച്ചത് എന്തെന്നേ ഞാൻ പറയുന്നുള്ളൂ. മറിച്ച് വസ്തുതയിലേക്ക് കിടക്കാൻ നമുക്ക് അവസരമില്ല. ഒറ്റവാക്കിൽ പറയാം, ലൂസിഫർ എന്ന ആ ശക്തി, ദുരാത്മശക്തികൾ ഈ വിധത്തിൽ പതനം സംഭവിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഡിമണോളജി അഥവാ സാത്താന്യ വിജ്ഞാനീയം, ഫോളൻ ഏഞ്ചലിനെ കുറിച്ചുള്ള പഠനത്തിൽ പല ഗ്രൂപ്പുകളുണ്ടെന്ന് ആദ്യം പഠിക്കണം. ഒന്നാണ് ലൂസിഫറും ഫോളോവേഴ്സും. മറ്റൊരു ഗ്രൂപ്പാണ് ഈ പൂട്ടിയിട്ടത്. ഇനിയൊരു ഗ്രൂപ്പാണ് യൂഫ്രട്ടീസ് തടത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന 4 ദൂതന്മാർ. ഇവരെ ഇതിനു മുമ്പ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ വേറെങ്ങും ഇല്ലെന്നോർത്തത് തെളിവൊന്നും അല്ലാതിരിക്കുന്നില്ല. അപ്പോൾ അവരെ അങ്ങനെ പൂട്ടിയിട്ടെന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവാണ് ആ വാക്യം. അത് തന്നെ ആ തെളിവ്. അതിപ്പോൾ എന്താ തെളിവ് വേണ്ടേ? ആ വാക്യമുണ്ടല്ലോ, ധാരാളം മതി. അപ്പോൾ ഈ ഡിമണോളജി അഥവാ സാത്താനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ദൈവം പരിധി വെച്ചിട്ടുണ്ട്. കാരണം അവ സ്പിരിറ്റ് ബീയിങ് ആണ്. ആ പരിധിക്കുള്ളിലേ നമുക്ക് ചർച്ചയാകാവൂ. അപ്പം അതുകൊണ്ട് ആ പഠനത്തിൻ്റെ പരിമിതി വചനത്തിൽ ഒത്തിരി തെളിവ് തരാതെ സൂചനകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് സജഷൻസ് പറയേ അവിടെ നിർവാഹമുള്ളൂ. കാരണം ദൈവം മറച്ചു വെച്ച ഒരു ഭാഗമാണ്, മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്. അപ്പോൾ ദൈവം മറച്ചു വച്ചിരിക്കുന്നു പിശാചിൻ്റെ അധിനിവേശ രംഗങ്ങളെക്കുറിച്ച്, മേഖലയെക്കുറിച്ച്. അതുകൊണ്ട് ഞാനതുകൊണ്ട് എപ്പോഴും സുഹൃത്തുക്കളോട് പറയാറുണ്ട്, മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ദൈവത്തെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും പഠിക്കാനാണ്, സാധാരണയെക്കുറിച്ചല്ല. പക്ഷെ ഒരു വിജ്ഞാന ശാഖയാണ് ബൈബിളിനെ സംബന്ധിച്ചോളം ഡിമണി സ്പിരിറ്റ് എന്ന് പറയുന്നത്. നിരീശ്വരന്മാരായ സുഹൃത്തുക്കളൊക്കെ കാണും, ഒരു പക്ഷേ ലൈവിലൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. എനിക്ക് വളരെ അടുത്ത നല്ല നിരീശ്വരന്മാരായ സഹോദരന്മാർ, കൂട്ടുകാരുണ്ട്, നല്ല കൂട്ടുകാർ. അപ്പോൾ അവരോട് കൂട്ടാകാമോ? തീർച്ചയായിട്ടും നമുക്ക് ആരോടും ഫ്രണ്ടാകാം. ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടാകാം, ഫെലോഷിപ്പ് എല്ലാവരോടും പറ്റില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? ഫ്രണ്ട്ഷിപ്പ് വ്യത്യാസമുണ്ട്, ഫെലോഷിപ്പ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് നിരീശ്വരനോ ആരുമായി ഫ്രണ്ട്ഷിപ്പാകാം, ഫ്രണ്ടിന് വേണ്ടി ജീവനും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ബട്ട് ഫെലോഷിപ്പ്, അത് രക്ഷാനുഭവമുള്ള ദൈവമക്കളോടെ ഫെലോഷിപ്പാകാവൂ. ശരിയല്ലേ? അപ്പം അങ്ങനെ വചനത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം. ചിലർ പറയാറുണ്ട് പിശാചില്ല, അങ്ങനെയൊക്കെ ധാരണയുള്ളവരുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, പിശാച് ഉണ്ടെന്ന് ഞാൻ നിന്നെ തെളിയിക്കാൻ പോകും, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ പുള്ളി പറഞ്ഞാൽ കേട്ടിട്ടുള്ളെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിരുന്ന്
ഒരു 11-12 ആയപ്പോൾ ആശാന് പോകണം. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, ഈ പോകുന്ന വഴിക്ക് ബൈക്ക് ഓടിച്ചു പോകുന്ന നീ ഒരു 3 വട്ടം റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ പോകണമല്ലോ, അപ്പോൾ ഒരു 3 വട്ടം തിരിഞ്ഞു നോക്കും. നീ എന്തിനാ തിരിഞ്ഞു നോക്കിയത്? ആ ഭയത്തിൻ്റെ പേരാണ് സാത്താൻ. മനസ്സിലായി പറഞ്ഞേ? അവൻ നിൻ്റെ കൂടെ നിഴൽ പോലുണ്ട്, അതാ നീ പേടിക്കുന്നേ. ഭയം ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്. സാറ്റനിക് പവർ ഒരു യാഥാർത്ഥ്യമാണ്. സാത്താനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വാക്യം വഴി നമുക്ക് അങ്ങോട്ട് തന്നെ ചാടാം. അതാണ് ഇപ്പോൾ പറ്റിയ ഒരു വഴി. എന്താ പറയുന്നു? സാത്താനെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല, എനിക്കത് മനസ്സിലായി. കുഴപ്പമില്ല, നമുക്ക് ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സന്തോഷം. പക്ഷേ നമുക്ക് നമ്മുടെ എന്താ പറയുക, അക്കാഡമിക്കൽ ഷെയ്ക്ക് ഇത് പഠിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകാം. എന്നിട്ട് അതിന് മുമ്പ് ഒരു ചോദ്യം. ഈ പിശാച് എന്ന പദം ബൈബിളിൽ എവിടെയാണ് ആദ്യം കാണുക? പിശാച് ഏത് പുസ്തകത്തിലാന്ന് പറഞ്ഞാൽ മതി. ഉൽപ്പത്തിയിൽ നിന്ന് ചില നാവുകൾ ചലിക്കുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തിയിൽ നിന്ന് പിശാച് എന്നൊരു പദം കാണിക്കുന്നവർക്ക് 25,000 കുവൈറ്റ് ദിനാർ തരും. ഈ മത്സരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെടുന്നവർക്ക് അതിൻ്റെ ദശാംശം എനിക്ക് തരണം. അതാ ശരി, മത്തായിയുടെ സുവിശേഷത്തിലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയ പഴയ നിയമത്തിൽ എങ്ങും ഇങ്ങനൊരു കഥാപാത്രം ഇല്ല. അപ്പോൾ സാത്താൻ എന്നുണ്ടോ പഴയ നിയമത്തിൽ? ഉണ്ടോ? ഉണ്ട്. സാത്താനും ഒരു ദിവസം നീക്കാൻ ചെന്നു യോബ് പറയുന്നുണ്ടല്ലോ. സാത്താൻ മലയാള പ്രയോഗമല്ല, ഹീബ്രു ആണ്. ഈ സാത്താൻ എന്ന പ്രയോഗം ബൈബിളിൽ ആദ്യം എവിടെയാണ് പറയാമോ? ഏത് പുസ്തകത്തിലാന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ പറയാത്തതിൽ അതിശോക്തിയില്ല, കാരണം അതിൽ എളുപ്പമുള്ളത് നിങ്ങൾ പറഞ്ഞില്ല, അതാ കാര്യം. സാത്താൻ പുസ്തകത്തിൻ്റെ പേര് അറിയാവോ? സാത്താൻ. പിശാച് ബുദ്ധിയത്തിലേ ഉള്ളൂ. സാത്താൻ എങ്കിൽ ഞാൻ പറയാം. സംഖ്യാപുസ്തകം 22-ലാണ് സാത്താൻ എന്ന പദം ആദ്യം കാണുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷോ മലയാളമോ വായിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല, കാരണം അവർ പരിഭാഷപ്പെടുത്തിയിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത പണിയായിരുന്നു. സാത്താൻ അതിന് മലയാളം വഴി കിടക്കുന്നു പ്രതിയോഗി. അപ്പോൾ പ്രതിയോഗി എന്ന പദം 22 സംഖ്യാപുസ്തകത്തിൽ ഉപയോഗിച്ചത് പോലും ഒരു ദൂതപ്രത്യക്ഷതയ്ക്കാണ്. കാരണം ബിലയാമിൻ്റെ കഴുതയുടെ വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൂതനെ യഹോവയുടെ ദൂതൻ പ്രതിയോഗിയായി നിന്നു എന്നെഴുതേണ്ടടുത്ത്, ഇന്ന് കാണുന്നിടത്ത് യഹോവയുടെ ദൂതൻ സാത്താനായി നിന്നു എന്ന് കാണാൻ. മനസ്സിലായോ? അതെങ്ങനെ യഹോവയുടെ ദൂതൻ സാത്താനായി നിൽക്കുക? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സാത്താൻ എന്നൊരാളുടെ പേരല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, തടസ്സം നിൽക്കുന്നവനാരോ അവനാണ് സാത്താൻ. കുറേ ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഇത് സ്ഥിരം പണിയാക്കിയപ്പോൾ അവന് പതിച്ചു കിട്ടിയ പേരാണ് സാത്താൻ. നമ്മൾ ഈ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന പോലെ, ബ്ലേഡിന് ആ അർത്ഥമല്ലല്ലോ ഉള്ളത്, പക്ഷേ സ്ഥിരം ഈ കഴുത്തറപ്പ് തുടങ്ങിയപ്പോൾ ചില പുള്ളികൾക്കത് പതിച്ചു കിട്ടി. കൈമോശം ചിട്ടി വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ പൈസ ഇട്ടവൻ്റെ. അപ്പം ഇതാണ് എന്തെന്നാ സാത്താൻ. ഈ സാത്താൻ എന്നത് ഹീബ്രു ആണ്. അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഡയോബോലസ്. എങ്ങനെയാ? ഡയോബോലോസിൻ്റെ അർത്ഥം അപവാദി, ദൂഷകൻ, വഞ്ചകൻ, അഡ്വേഴ്സറി, അപവാദം പറയുന്നവൻ, ദൂഷകൻ, ഇതൊക്കെ അർത്ഥം. സാത്താൻ തടസ്സം നിൽക്കുന്നവൻ. ഉൽപ്പത്തിയിൽ സാത്താൻ എന്നൊരു പ്രയോഗമില്ല, മറിച്ച് യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളിലും പാമ്പ് കൗശലമേറിയ ജീവിയായിരുന്നു. അതാ പ്രയോഗം. അപ്പൊ പാമ്പ് സ്ത്രീയോട്, പാമ്പാണ് സംസാരിക്കുന്നത്. അതിങ്ങനെ പാമ്പ് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. ഇനി സംഭാഷണം ആയിക്കോട്ടെ, കാരണം ജീവജാലങ്ങൾ സംസാരിക്കുന്നു എന്നതിൽ അത്ഭുതമില്ല. കാരണം ബിലയാമിൻ്റെ കഴുതയ്ക്കൊരു ഘട്ടത്തിൽ സംഭാഷിക്കാൻ ദൈവം കഴിവ് കൊടുത്തു. പാപരഹിത ലോകത്ത് ജീവജാലങ്ങൾക്കൊക്കെ ആശയവിനിമയം നടത്താൻ സാധിക്കും. അപ്പം ഈ കഴിവ് മൃഗങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം അവർക്ക് ആ കഴിവ് തിരിച്ചു കിട്ടും.
എന്നാ തിരിച്ചു കിട്ടുന്നേ? സൃഷ്ടി മുഴുവൻ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ, അതിനുവേണ്ടി ഞരങ്ങിക്കൊണ്ട് ആകാംക്ഷയോടെ വീണ്ടെടുപ്പിന്റെ ദിവസം കാത്തിരിക്കുകയാണ് സകല ജീവജാലങ്ങളും. അതപ്പോൾ പറയാം. അപ്പോൾ സാത്താൻ, അതുപോലെ പിശാച്. ഇനി ഇതിനെക്കുറിച്ചൊന്നും പഴയ നിയമത്തിൽ കാര്യമായ ഒരു സൂചന ഇല്ല. ഞാൻ പിന്നെ പറയാതെ. ഉദാഹരണം, നമുക്ക് യെശയ്യാ പ്രവചനം 14 അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 12 വാക്യം വായിച്ച്. അരുണോദയപുത്രനായ ശുക്ര. അതല്പം കൂടെ നേരത്തെ വായിച്ചോളൂ. അതിൻ്റെ 8 വാക്യം മുതൽ. സരളവൃക്ഷങ്ങളും ലബാനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു. നീ വീണു കിടന്നതു മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. നിന്റെ വരവെങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. താഴെ പാതാളം നിന്റെ നിമിത്തം റെഡിയായിരിക്കുക. പിന്നെ അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇത് ഈ ലൂസിഫർ വിട്ടേറ്റ് വീണ സംഭവം നമ്മൾ ഈ കേട്ട പോലൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ പറയുന്ന രാജാക്കന്മാരാരാ അയാളുള്ളപ്പം ഭൂമിയിൽ? വിഷയം മനസ്സിലായോ? ഇല്ല. പഴയ ചിന്താക്കുഴപ്പം പോയിട്ടൊരു പുതിയ ചിന്താക്കുഴപ്പം വന്നു ഇതുപോലെ എന്നൊക്കെ പറയാം. കിടക്കട തൽക്കാലം ഒരു സംശയം. താഴ്ത്തു വായിച്ചു. അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? ഇവൻ വെട്ടേറ്റ് വീണപ്പോൾ ചിലർ ചോദിക്കുക, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ? ആരായി ഞങ്ങള്? ലൂസിഫറിന് മുമ്പേ ആരാണ് ഈ ഞങ്ങളെന്ന്? എനിക്ക് ക്ലാസ് എടുത്തൊരു സാറിനോട് ചോദിച്ചാൽ പുള്ളി ചൂടായി. മിണ്ടരുതോ, ഞാൻ അഹങ്കാരി, ദൈവാസന്മാർക്ക് നേരെ നീ എന്നാ ചോദിക്കുന്നത് ചോദിച്ചു. അപ്പോൾ നമുക്കിത് പഠിക്കണം. നമ്മൾ ഈ ഗ്രഹിച്ച് വെച്ചതിൽ നിന്ന് ഒത്തിരി പിന്നോട്ടും മുമ്പോട്ടും വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നില്ല അപകടം ഉണ്ടെന്ന്. ബൈബിൾ വായിച്ചിട്ട് മുകളിലും താഴെയും വായിക്കില്ല. ഇവർ ചോദിക്കുക, ഞങ്ങൾക്ക് തുല്യനായി നീയും ബലഹീനനായോ ലൂസിഫർ? ആരാണ് ഞങ്ങൾ? പഠിക്കണ്ടേ? പഠിക്കണ്ട? വായിച്ചേ, സംശയം കൂടുവോ നോക്കട്ടെ. നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. ആരാണ്ട് ഇതിന് മുമ്പേ പോയി വീണു. അമാര് ചോദിക്കുക, നീ ഞങ്ങൾക്ക് തുല്യനായോ? അതെങ്ങനെ പറ്റിയേ? വായിച്ചോ. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കണ്ടോ, നരകം പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. പിന്നെ കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. പിന്നെ അരുണോദയപുത്രനായ ശുക്ര. ഓൾ ലൂസിഫർ എന്ന് മൂലഭാഷയിൽ, മോർണിംഗ് സ്റ്റാർ എന്ന് പരിഭാഷ. അതൊക്കെ പരിഭാഷയുടെ ആവശ്യം ഉണ്ടായില്ല. ലൂസിഫർ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പോട്ടെ. നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നീ എങ്ങനെ ആകാശത്തു നിന്നു വീണു? പിന്നെ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ആദ്യം മനസ്സിലാക്കേണ്ട, ഇങ്ങനൊരുത്തനെ വെട്ടിയിട്ടു എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോട്ടെ. പോകാൻ ഇച്ചിരി പാടാന്ന് എനിക്കറിയാം. നാം വ്യത്യസ്തമായൊരു കാര്യം കേൾക്കുമ്പോൾ ഒരു പ്രയാസം വരും. അതുകൊണ്ട് ഞാൻ ആ പഠിച്ച രീതിയിൽ തന്നെ സാത്താൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വിഷമായോ? വിഷമിക്കേണ്ട, നമുക്കിത് പറഞ്ഞ് ബോധ്യപ്പെടുത്താം, അപ്പോഴേ ശരിയാവും. അപ്പം നമുക്ക് അതുകൊണ്ട് ഇന്ന് ആ കുഴപ്പം പിടിച്ച മനുഷ്യനെ വ്യക്തിത്വത്തെക്കുറിച്ചൊന്ന് പഠിച്ചു പോകാം. ഈ വ്യാഖ്യാനിച്ചവരുടെ പ്രശ്നമല്ല. പഴയ നിയമം ചെറിയ ഹിൻറ്റുകളാണ് തരുന്നത് ഇവനെക്കുറിച്ച്. ചെറിയ ഹിൻറ്റുകൾ ആദ്യം മനസ്സിലാക്കുക. ഇവൻ എങ്ങനെയുള്ളവനെന്നറിയാൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, യെസക്കേൽ പ്രവചനം 28 വരിക. അവിടെ കിടക്കുന്നു അവൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതിൻ്റെ ആരംഭം സംബന്ധിച്ചുള്ള സൂചനകൾ കിടക്കുന്നു. യെസക്കേൽ പ്രവചനം 28 അധ്യായം അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം, പ്രഭുവിനെ കുറിച്ച് മനുഷ്യപുത്ര നീ വിലപിച്ചു പറയണം ഒരു കാര്യം. അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നീ മാതൃകാ മുദ്രയാകുന്നു. അല്ലയോ സോർ പ്രഭു, നീ മാതൃകാമുദ്രയാകുന്നു. സോരിനെയും ബാബിലോണിനെയും സാത്താന്യ ശക്തികളുടെ രണ്ട് പ്രതിരൂപങ്ങളായി കണ്ടുകൊണ്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു. യെശയ്യാവ് 14 ഇവിടെ എസെക്കിയേൽ 28:11 വിശദീകരിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. അവന്റെ സവിശേഷത പറയുക, ജ്ഞാനസമ്പൂർണനായിരുന്നു നീ, സൗന്ദര്യ സമ്പൂർണനായിരുന്നു നീ. പിന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അപ്പൊ നിലനിന്നിരുന്ന സ്ഥലം പറയുക, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. പിന്നെ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. മുതലായ സകല രത്നങ്ങൾ ഈ പറഞ്ഞതിൽ അധികമുണ്ടെന്ന് അതിൻ്റെ അടുത്ത് 12 കൊണ്ടങ്ങ് ഒതുക്കുക പോരാ. മുതലായ സകല രത്നങ്ങളും കൊണ്ട് നിന്നെ മൂടിയിരുന്നു. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പരിഭാഷ പോരാ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണിയല്ല, യുവർ പൈപ്സ് ആൻഡ് ഹാർപ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സിൽവർ, സോറി ഗോൾഡ്. അങ്ങനല്ലേ? അങ്ങനെയാണോ? നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെയാണോ പരിഭാഷ നോക്കി? ശരിയാണോ? ഇംഗ്ലീഷ് നോക്കിക്കോളൂ. You were in Eden, the garden of God. Every precious stone was your covering. The sardius, topaz. താഴത്തെ വായിച്ചാൽ മതി നമുക്ക്. The workmanship of your timbrels and pipes was prepared for you on the day you were created. You were the anointed cherub. അവിടെ കിടക്ക പൈപ്സ് ആൻഡ് ഹാർപ്സ്. നിന്നിലെ നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി കൊണ്ടുള്ളതായിരുന്നു. ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അങ്ങനല്ലേ? വായിച്ചേട്ടെ. നീ ചിറകു വിടർത്തു മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. പിന്നെ നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. പിന്നെ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പിന്നെ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം. പക്ഷെ നീ ചെയ്തു വന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ ചിറക് വിടർത്തി മറക്കുന്ന കെരൂബുകൾ ചിറക് വിടർത്തുമ്പോഴേക്കും പുറപ്പെടുന്ന മനോഹര സംഗീതത്തിന്റെ നിർഗളിത ധാര, ആ ഹാർപ്പും പൈപ്പുമൊക്കെ നിർഗളിക്കുന്ന പുറത്തുവിടുന്ന സംഗീതത്തിന്റെ ആ പെരുപ്പം നിമിത്തം നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നിനക്ക് എന്ത് തോന്നി? നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി. നീ പാപം ചെയ്തു എന്നുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് വായിച്ചു കണ്ടോ? മനുഷ്യന്റെ അടവ് കണ്ടില്ലേ? കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. നീ പാപം ചെയ്തു, അങ്ങനെ വായിക്കണ്ട, പറ്റൂ? കുഴപ്പമില്ല. നീ പാപം ചെയ്തു. അതാ പറയേണ്ടത്. നീ പാപം ചെയ്തു. പിന്നെ അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി. അതുകൊണ്ട് നിന്നെ ഞാൻ അശുദ്ധനെന്നെണ്ണി. പിന്നെ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പൊ സത്യത്തിൽ സംഭവിച്ചത്, ഇരുന്ന ഇടത്ത് നിന്നവനെ തള്ളിയവന്റെ വരവ് കണ്ടിട്ട് തള്ളി എന്നിവിടെ പറഞ്ഞിട്ട് അശിയ പറയാ, നീ വെട്ടറ്റ് നിലത്ത് വീണത് എങ്ങനെ? അപ്പൊ വെട്ടായിരുന്നു തള്ളായിരുന്നു? ശരി, കൺഫ്യൂഷനുള്ളൊരു വകുപ്പ് അവിടെ കിടക്കുക. നമുക്കത് വെളിപ്പാട് 20 പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോകുന്നില്ല അങ്ങോട്ട്. തൽക്കാലം ഇതവിടെ കിടക്കട്ടെ, മറക്കരുത് ഈ വിഷയം, മനസ്സിൽ കിടക്കട്ടെ. അപ്പം ഞാൻ പറയുന്നു, അവനെ വെട്ടിയിട്ടില്ല. തൽക്കാലം ഞാൻ പറയുന്ന വിശ്വസിക്കുക. അവനെ തള്ളിയിട്ടു, അവന് പോന്നു. തള്ളിയിട്ടു, വെട്ടേറ്റവനെ നിലത്തി വീണെങ്കിൽ, അവനങ്ങ് പാതാളത്തിൽ പോയെങ്കിൽ പിന്നെ അവനെ കൊണ്ട് ഈ ശല്യമൊക്കെ ഉണ്ടാകുമോ? ഇപ്പോൾ അവനോടുണ്ട്, തള്ളി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അവൻ്റെ അധിനിവേശ മേഖലയായി ഇത് മാറിയപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മുഴുലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ ഇപ്പോൾ കിടക്കുക. അതുകൊണ്ട് ഇവിടുന്നാണ് ഇനി അവനെ വെട്ടാൻ പോകുന്നത്. മനസ്സിലായോ? ആ വെട്ട് കിട്ടി. അവൻ താഴേക്ക് വീഴും മുമ്പ് ഒരു പണിയുണ്ട്. വിശദമാക്കുന്ന പിന്നെ എങ്കിലും പറയാം. സാത്താൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പഴയ നിയമം തരുന്ന അറിവുകൾ ചെറുതെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം
പഴയ നിയമത്തിന്റെ പരിമിതി മനസ്സിലാക്കണം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരളിയിട്ട് അന്ത്യകാലത്ത് ഉത്തരം വന്നപ്പോഴാണ് പൂർണ്ണ വെളിപ്പാടാകുന്ന പുതിയ നിയമം കിട്ടിയത്. അതൊന്നും ട്രിനിറ്റിയൊക്കെ പഴയ നിയമം മാത്രം വായിച്ച ഒരാൾക്ക് പിടികിട്ടത്തില്ല. വെളിപ്പാടുമൊക്കെ വായിച്ചെങ്കിലേ ട്രിനിറ്റി പൂർണ്ണമാകുന്നുള്ളൂ. കാരണം മനുഷ്യരാശിയെ അറിയിക്കേണ്ടതെല്ലാം പൂർണ്ണമായിട്ട് അറിയിച്ചിട്ടുള്ളത് വെളിപ്പാട് വരെ വരുമ്പോഴാണ്, മുഴുവൻ പുതിയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ സാത്താൻ എന്ന് വിളിച്ച, പുതു നിയമത്തിൽ ഡയോബോലസ് അഥവാ പിശാചെന്ന് വിളിച്ച ആ ശക്തിയുടെ പൂർണ്ണകായ ചിത്രം നമ്മൾ കാണുന്നത് വെളിപ്പാട് 13-ലാണ്. വെളിപ്പാട് 13-ൽ മൂന്ന് വ്യക്തികളെ കാണുന്നു. ഒന്നാമത്തെ വ്യക്തി പിശാചും സാത്താനുമായ പഴയ പാമ്പ്. രണ്ടാമത്തെ വ്യക്തി കടലിൽ നിന്ന് കയറുന്ന ഒരു മൃഗം. മൂന്നാമത്തെ വ്യക്തി 13-ന്റെ 11 വായിച്ചാൽ മതി. പിന്നെ കരയിൽ നിന്ന് കയറുന്ന ഒരു മൃഗം. 3 വ്യക്തികൾ. ഒന്ന് ലൂസിഫർ, 2 നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ചതാണ് 7 തലയും, രണ്ടാം ദിവസം പഠിച്ച 10 കൊമ്പും ഒക്കെ ഉള്ള ഒരു ജീവി വരുമെന്ന് പറഞ്ഞില്ല 13-ാമത്തിൽ എതിർ ക്രിസ്തു. മൂന്നാമത്തെ ജീവിയെ കണ്ടു. വായിച്ചു വേണമെങ്കിൽ അതൊന്ന് 11 വാക്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗം കടലിൽ നിന്ന് കയറി, ഒരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി. ആകാശത്തൊരടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ തൊട്ട് താഴെ പറയാ ഒരു മഹാസർപ്പം. അപ്പോൾ ആകാശത്തുനിന്നൊരു മഹാസർപ്പം, കടലിൽ നിന്നൊരു മൃഗം, കരയിൽ നിന്നൊരു മൃഗം, അങ്ങനെ സ്വർലോകം, ഭൂലോകം, ഈ സമുദ്രമെല്ലാം 3 വിധ ശക്തികൾ സ്വാധീനിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ. അങ്ങനെ സാത്താനിലുള്ള 3 ഘടകങ്ങളെ, ത്രിമാനങ്ങളെ ഈ പുസ്തകത്തിൽ മാത്രമാണ് ഒരുമിച്ച് വെളിപ്പെടുത്തുന്നത്. അതെങ്ങനെ? ആരാണ് ലൂസിഫർ? അത്യുന്നതനോട് സമനാകാൻ മത്സരിച്ചവൻ, അത്യുന്നതനെ അനുകരിച്ചവൻ. ആരാണ് എതിർ ക്രിസ്തു? യേശുവിനോട് സമനാകാൻ ശ്രമിച്ചവൻ, യേശുവിനെ അനുകരിക്കുന്നവൻ. ആരാണ് 11-ലെ കഥാപാത്രം? ഒരു കള്ളപ്രവാചകൻ. പരിശുദ്ധാത്മാവിനോട് സമനാകാൻ ശ്രമിക്കുന്നവൻ, പരിശുദ്ധാത്മാവിനെ അനുകരിച്ചവൻ. അപ്പൊ സാത്താൻ ഇമിറ്റേറ്റ് ചെയ്തു അവൻ്റെ പൂർണ്ണ ശക്തിയിൽ. കേട്ടല്ലോ? മനസ്സിലായോ? ഇല്ല. സാത്താനിൽ 3 ഘടകങ്ങളുണ്ടെന്ന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് ദൈവത്തിൽ ത്രിമാന ഭാവങ്ങളുള്ളതുപോലെ പിശാചിൽ ലൂസിഫർ എന്ന ശക്തിയുണ്ട്. പിശാചിൽ എതിർ ക്രിസ്തു എന്ന വ്യക്തിയുണ്ട്. പിശാചിൽ കള്ളപ്രവാചകൻ എന്ന ഘടകമുണ്ട്. ഇതിലെ ലൂസിഫർ പിതാവാം ദൈവത്തെ അനുകരിച്ചപ്പോൾ എതിർ ക്രിസ്തു എന്നവൻ യേശുക്രിസ്തുവിനെ അനുകരിച്ചു. കള്ളപ്രവാചകൻ വ്യാജാത്മാവായി പരിശുദ്ധാത്മാവിനെ അനുകരിച്ചു. ഇവ ചേരുമ്പോഴാണ് സാത്താൻ എന്ന ശക്തിക്ക് പൂർണ്ണ അർത്ഥം കൈവരുന്നത്. മനസ്സിലായോ? ഇതിൽ നമ്മളിവിടെ കയറി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം കൂടും. മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയ്കയിൽ തള്ളി എന്ന് പറയുന്നുണ്ട്. 2 പേരെ തള്ളിയുള്ളൂ. മറ്റവനപ്പം എന്തി? അവനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ടു. കേൾക്കുന്നുണ്ടോ? അപ്പം അവനില്ലാതെ നമ്മുടെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞു. 1000 ആണ്ട് കഴിഞ്ഞിട്ട് സാത്താനെ ചങ്ങലയിൽ നഴിച്ച് ന്യായവിധി നടത്തി താഴോട്ട് തള്ളി. അഡ്വാൻസ് ആയിട്ട് 2 പേരവിടെ പോയിട്ടുണ്ട്. ആരൊക്കെയാ? മൃഗവും. അവർ 1000 വർഷം അവിടെ കിടന്ന് വിഷമിച്ചു. അവരോർത്തും മറ്റവനെങ്കിലും രക്ഷപ്പെട്ടു, ഞങ്ങൾക്കോ ഗതി പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്നു അവരുടെ പ്രധാനി. അവൻ്റെ ആ വീഴ്ച കണ്ടിട്ട് ഇവർ തമ്മിൽ പറയുന്നത്, യെശയ്യാവ് പ്രവചനാത്മാവിൽ കാലങ്ങൾക്കപ്പുറത്തെഴുതി, നീ ഞങ്ങൾക്ക് തുല്യനായോ അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? മനസ്സിലായോ? അന്നാണെന്ന് വീഴ്ച പൂർണ്ണമാകുന്നതെന്ന് പിടികിട്ടിയില്ല. തള്ളി ഭൂമിയിലേക്ക് ഇട്ടതേ ഉള്ളെന്ന്. അവിടുന്ന് ഒരു വെട്ടി താഴേക്ക് ഇട്ടെന്നപ്പോഴാ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ്. അപ്പോഴേ പ്രവചനം നിറവേറൂ. നീ അപ്പോഴാണ് ഞങ്ങൾക്ക് തുല്യനായി എന്ന പദപ്രയോഗത്തിന് അർത്ഥം വരൂ. കൃമികൾ പൂതപ്പായി മാറുന്ന ഇടത്ത് ഞങ്ങൾ നേരത്തെ വന്ന് കിടന്നു, നീ ഇപ്പം ഞങ്ങൾക്ക് തുല്യനായോ എന്ന യെശയ്യാവ് വിലപിക്കുന്ന പ്രവചനം നിറവേറുന്നത് ഇപ്പോഴല്ല. ചുരുക്കത്തിൽ അത് കഴിഞ്ഞ പ്രവചനമല്ല, വരാനിരിക്കുന്ന പ്രവചനമാണ്.
പ്രവചനത്തിന് തുടക്കം മനസ്സിലാക്കുക. യെസക്കേൽ പറയുന്നതനുസരിച്ച് ഈ ലൂസിഫർ എന്ന ശക്തിയെ, അല്ലെങ്കിൽ സോർപ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാവ് പ്രവചിക്കുന്ന ആ വ്യക്തിയെ പുറത്ത് ചാടിച്ചതേ ഉള്ളൂ. അവനെ തള്ളി തൻ്റെ വാസസ്ഥലത്ത് നിന്ന് തള്ളിയിട്ടു. അവൻ ഇന്ന് ഇവിടെയൊക്കെ ഉണ്ട്. അവനെ ഒരു ദിവസം പ്രധാന ദൂതനായ മിഖായേൽ തൻ്റെ വാളിന് വെട്ടി താഴെയിടും. ആ വെട്ടിൽ അവൻ ചെന്ന് പതിക്കുന്ന സ്ഥലമാണ് നരകം, ദണ്ഡന തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം. ആ സ്ഥലത്ത് ഇവർക്ക് മുന്നമേ പോയി കിടപ്പുണ്ട്. 1000 ആണ്ടുകൾക്കപ്പുറത്ത് ബന്ധിക്കപ്പെട്ടവരായി അവിടെ പോയി കിടക്കുന്ന 2 ആളുകളുണ്ട്, മൃഗം എന്ന എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും. ഇവൻ്റെ വീഴ്ചയും പതനവും കണ്ട് അവർ അത്ഭുതപ്പെടുന്ന രംഗം കണ്ടാണ് യെശയ്യാവ് ആവർത്തിക്കുന്ന 14-ാം അധ്യായത്തിൻ്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. അരുണോദയപുത്രനായ ശുക്ര, ഇതിൽ കിടക്കുന്നവരുടെ വാക്ക, നീ അങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. അല്ല പിന്നെ ഈ ജാതികളാരാ? നമ്മളെല്ലാം ഇങ്ങനെ താഴ്ത്തിക്കളഞ്ഞവനെ, ഈ പ്രശ്നമെല്ലാം ഭൂതലത്തിൽ ഉണ്ടാക്കിയവനെ, ഇത്ര ആപത്ത് ലോകത്ത് തെറ്റിച്ചവനെ, നീ വരുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. ഇതാണ് അതിൻ്റെ പൂർണ്ണാർത്ഥം. മനസ്സിലായോ? ഇല്ലെന്ന് തോന്നുന്നു. ഒരു വിഷമം പോലെ. ഞാനീ പറഞ്ഞപ്പോൾ സംശയം ഇല്ലാതിരുന്നില്ലേ? കാരണം അല്ലെങ്കിൽ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പാടാ. രാജാക്കന്മാരാരാന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഉത്തരവില്ല. അപ്പോൾ മനസ്സിലാക്കുക, യെസക്കേൽ പറയുന്നതാണ് ഫസ്റ്റ് 1. സെക്കൻഡ് 1 യെശയ്യാവ് വരാനിരിക്കുന്ന കാലം നോക്കി നടത്തുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടത്തുന്ന പ്രവചനമാണ്. ഗ്രഹിച്ചോ? അപ്പോൾ സേറ്റൻ എന്ന പവറിൽ 3 ഘടകങ്ങളുണ്ടെന്ന് മനസ്സിലായോ? ആരൊക്കെയാ? ലൂസിഫർ എന്ന പഴയ പാമ്പ്, കടലിൽ നിന്ന് വരുന്ന മൃഗമെന്ന അധർമ്മമൂർത്തി എന്ന എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ, കരയിൽ നിന്ന് വരുന്ന 2 മൃഗം, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പതിനുണ്ട് ആ ശക്തി. ഇവരെ 3 കൂടെ ഏകോപിപ്പിക്കുന്ന 666 എന്നൊരു നമ്പർ. ദൈവം ഈ 3 ശക്തികളെ നമ്മൾ കണ്ടു. ആ ശക്തികൾക്ക് കിട്ടുന്ന ന്യായവിധി കണ്ടു. അപ്പോൾ നമുക്ക് ഈ സാത്താന്യ ശക്തികളെക്കുറിച്ചുള്ള ആ ചിന്തകൾ അവസാനിപ്പിക്കും മുമ്പ്, ഇവ കൂടാതെ ചില ഡിമണിക് സ്പിരിറ്റുകളെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അഗാധകൂപം, ഓട്ടം ലെസ് പിറ്റ്. അത് തുറന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയാലോ? അഞ്ചാം കാഹളത്തിലേക്ക് പോകോ? സാത്താനെ കുറിച്ചൊരു ഗ്രാഹ്യമായോ? എക്സ്പ്ലനേഷൻ വേണോ? ഒന്നുകൂടെ വേണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ചിലരങ്ങ് പാസീവായി. കാരണം നമ്മൾ അവിടെ വെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്കൊരു നിരാശയായി. പിന്നെ ഞങ്ങൾ ഇത്രയും നാൾ ഈ ജയമെടുത്തതൊക്കെ എങ്ങനെയാണെന്ന് ഓർത്താൽ നിങ്ങൾ ഇരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് പറഞ്ഞാൽ എന്നാൽ ചുരുക്കം. കാരണം ആദ്യം ഇങ്ങനൊരു ചിന്ത കേൾക്കുന്ന കൊണ്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊരു മടി വരും. അതാണ് കാര്യം. അപ്പം നമുക്ക് ഒന്ന് പഠിച്ചു പോവാം. ആദ്യം, സാത്താൻ ഒരു വ്യക്തിയല്ല. അവനിൽ 3 പേഴ്സൺസ് ഉണ്ട്, പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഒന്ന് ആരാ? ലൂസിഫർ. 2 മൃഗം അല്ലെങ്കിൽ അധർമ്മമൂർത്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തു. 3 ഫോൾസ് പ്രൊഫറ്റ്. ഇങ്ങനെ 3 ആളുകളുണ്ട്. ഇത് പഴയ നിയമത്തിലോട്ടൊന്നും അത്തരം വ്യക്തമല്ല. ഇവൻ സാത്താൻ എന്നേ നമുക്കറിയും. അതിനെക്കുറിച്ച് ഒത്തിരി അറിഞ്ഞിട്ടും കാര്യമില്ല. ഇതിലെല്ലാം ഉപരി വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയാം. ഈ പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ഒരൊറ്റ പിശാചുക്കളോ ഭൂതങ്ങളോ വിട്ടുപോയ ചരിത്രമില്ല. ഉണ്ടെങ്കിൽ പറ. ഭൂതം ഇല്ലാഞ്ഞിട്ടല്ല, വിടാൻ കെൽപ്പുള്ള ഒരുത്തനും ഇല്ലായിരുന്നു. പിന്നെ ആകപ്പാടെ കിട്ടിയത് നമ്മുടെ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ പുള്ളി ഒന്ന് മാറി നിൽക്കും. ഭക്തൻ്റെ പാട്ടിനോടുള്ള ഭയം കൊണ്ടൊന്ന് മാറി നിന്നിട്ട് വീണ്ടും കയറി വരും. മനസ്സിലായോ? ശൗലിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതിൽ നല്ല സ്ഥിരം അങ്ങ് നിൽക്കുന്നതായിരുന്നു. എന്താ കാര്യം? ഒരു വിടുതലെന്ന് ഓർത്തിങ്ങോട്ട് വരുമ്പോഴേക്ക് അവൻ്റെ സ്ഥിതി അങ്ങ് മാറുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ആദിയോടന്തം പഠിച്ചാൽ സാത്താന്യ ശക്തികളെ ഒരുത്തനും തോൽപ്പിച്ചിട്ടില്ല. പക്ഷെ പുതുനിയമം തുടങ്ങുന്ന ഇടത്ത് ഭൂതങ്ങളെ പുറത്താക്കിയ ശിഷ്യഗണങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറയുക, ഗുരു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇതിൻ്റെ മറുപടി രസകര.
ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി, മക്കളെ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. നമ്മളിതാ വലിയ സന്തോഷമെങ്കിൽ പറയുക, മക്കളെ അതൊരു LKG ലെവൽ പ്രോഗ്രാമല്ലേ, അത് പിള്ളേരായാലും അതിനോടൊക്കെ. ഞാൻ ഡിഗ്രി പാസ്സായ ചെറുക്കം വന്നിട്ട് പറയാം, ഞാൻ തറാപറാന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നാണക്കേടുണ്ടോ മോനെ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കണം. മനസ്സിലായോ? എന്നാരാ നമ്മൾ ചൊല്ലി നോട്ടീസ് അടിക്കുന്ന ഭൂതം കീഴടങ്ങുന്നെന്ന്? വലിയ യൂണിവേഴ്സിറ്റി അവരുടെ പ്രോസ്പെക്റ്റിൽ എഴുതിയിരിക്കുക തറാപറാന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞങ്ങളിവിടെ ABCD പഠിപ്പിക്കുന്നു പറയാമോ? പാടില്ല. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, പേര് സ്വർഗത്തിൽ എഴുതിക്കുന്നത് സന്തോഷിക്കണം. ഇനി എൻ്റെ കാരണം കൂടെ കേട്ടോ, എന്തുകൊണ്ടാണ് ഈ ഭൂതം കീഴടങ്ങിയത് പറയാം. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊന്നും കഴിയാത്തത്, അവിടെങ്ങും സംഭവിക്കാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിൻ്റെ കാരണം ഞാനിവിടെ വന്നതാണ് കാരണം. എന്തേ കാര്യം? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മനുഷ്യപുത്രൻ പ്രത്യക്ഷനായപ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാ നിങ്ങൾ കരം വെച്ചപ്പോഴും, നിങ്ങൾ ഗർജിച്ചപ്പോഴും, നിങ്ങൾ ആജ്ഞാപിച്ചപ്പോൾ പിശാചുക്കൾ ഓടാൻ കാരണം എന്താ? ഇത് തന്നെ കാരണം. ആ രഹസ്യം മനസ്സിലായോ? യേശു വന്നു, അതുകൊണ്ടാണ് നമ്മൾ സാത്താനെ തകർത്തത്. വചനം കേൾക്കുന്ന നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, യേശു വന്നിട്ടുണ്ട്. ഒരു ദുഷ്ടശക്തിക്കും അവൻ്റെ മുമ്പ് നിൽക്കാൻ സാധിക്കില്ല. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവൻ്റെ ഉത്ഭവമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇവൻ്റെ ഉത്ഭവം സംബന്ധിച്ച് യെശയ്യാവ് പറയുന്ന പ്രവചനമുണ്ട്. ഇവൻ്റെ ഉത്ഭവം സംബന്ധിച്ച് യെസക്കേൽ പറയുന്ന പ്രവചനവുമുണ്ട്. രണ്ടും കണക്റ്റഡ് ആണെങ്കിലും ആദ്യം അവലംബിക്കേണ്ടത് യെശയ്യാവിനെ അല്ല, ക്രമം വെച്ച്. ആദ്യം അവലംബിക്കേണ്ടത് യെസക്കേലിനെയാണ്. കാരണം യെസക്കേൽ 28 വളരെ വ്യക്തമായി ഇവനെക്കുറിച്ച്, സോർ പ്രഭുവിനെ കുറിച്ച് പറയും പോലെ, ഉപമയോടെ പറയുമ്പോൾ ബാബിലോന്യ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യെശയ്യാവ് അത് പൂരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇതാ നമ്മുടെ യെസക്കേൽ തുടങ്ങി വെക്കുന്നു, യെശയ്യാവ് പൂരിപ്പിക്കുന്നു. അതുകൊണ്ട് യെസക്കേൽ പറയുന്ന ഭാഗം ഒന്നുകൂടി വായിക്കാം, 28:11 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു. അല്ലയോ സോർ പ്രഭു, നീ ഒരിക്കൽ മാതൃകാമുദ്രയായിരുന്നു. പിന്നെ നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സൗന്ദര്യം നിറഞ്ഞ, ജ്ഞാനം നിറഞ്ഞ ഒരു മാതൃകാമുദ്രയാകുന്നു. വീണു പോകും മുമ്പ് നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. എന്നെ ആക്കിയിരുന്നത് ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ. ആദംഹവമാർ അവിടെ വന്ന് പാർക്കും മുമ്പ്, സൃഷ്ടിക്കൊക്കെ മുമ്പ്, അത്തരം സൃഷ്ടികൾ ജാലങ്ങളെ ദൈവം നിർമ്മിക്കും മുമ്പ് നീ അവിടെയായിരുന്നു. പിന്നെ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇവയെല്ലാം കൊണ്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു നിന്റേത്. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ദൈവം നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്നിലുണ്ടായിരുന്ന പൈപ്പ്, കുഴലുകൾ, നാദസ്വരങ്ങളുടെ പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പിന്നെ നീ ചിറകു വിടർത്തു മറയ്ക്കുന്ന കെരൂബാകുന്നു. നീ ചിറകു വിടർത്തി ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ സാഹസത്തിന്റെ പെരുപ്പം, നീ ചെയ്ത പ്രവൃത്തിയുടെ പെരുപ്പം നിമിത്തം അന്തരംഗം ഗർവിച്ചു, സാഹസം കൊണ്ട് നിറഞ്ഞു. പിന്നെ വായിക്കാം. നീ ചിറകു വിടർത്തു മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദേവപർവ്വതത്തിൽ നിന്ന് പിശാചേ നിന്നെ തള്ളിക്കളഞ്ഞു. അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് നിന്നെ മുടിച്ചു കളഞ്ഞു. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു. നീ സ്ഥലം വിട്ട് പുറത്തു ചാടി. ഇതാണ് ശരി. അല്ല ഒറ്റയടിക്ക് വെട്ടിക്കിട്ടുന്നല്ല.
ഈ സ്ഥലത്ത് അവൻ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഘട്ടം വരെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു പിശാചുക്കൾ. അവന് കടന്നു പോകാൻ പറ്റിയ പരമാവധി ഏരിയയുണ്ട്. സ്വർഗത്തിൻ്റെ ലെയർ വരെ പരമാവധി ചെന്ന് നിൽക്കാൻ പറ്റിയ ഇടമുണ്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ നിൽക്കാൻ ചെന്നു, പിശാചു അവൻ്റെ കൂടെ വന്നു, അവയുടെ കൂടെ. സ്വർഗാദി സ്വർഗത്തിൽ ദൈവമിരിക്കുന്ന ഇടത്തല്ല, ദൂതഗണങ്ങൾ വരുന്ന ഇടം വരെ ചെല്ലാൻ കഴിയും വിധം അവയ്ക്ക് നീ ചെല്ലാൻ സാധിക്കും വിധമാണ് വേദപുസ്തകത്തിൻ്റെ ക്രമമനുസരിച്ചുള്ള വിശദീകരണം. ഭൂമിക്കും സ്വർഗലോകത്തിനും ഇടക്കവൻ്റെ അധിനിവേശ മേഖലയാണ്. മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവൻ്റെ പ്രവൃത്തിക്ക് അന്തം വരുന്നൊരു ഘട്ടമുണ്ട്. എപ്പോൾ? അതിനു മുമ്പ് കർത്താവായ യേശു അവൻ നിലനിൽക്കുന്ന ഈ ലോകത്ത് 1000 ആണ്ടയ്ക്ക് ലൂസിഫറിനെ ചങ്ങലയിലിടും, ബന്ധനസ്ഥനാക്കും. അതുവരെ അവൻ ഭൂമിയിലാ. ഏദനിൽ ആദം ഹവ്വാർ കൊടുത്ത പോലൊരു മനോഹര ലോകം. ആ ലോകത്ത് ആദം ഹവ്വാർ മാത്രമേ ഉള്ളൂ, പിശാചില്ല. അവനെ തള്ളിക്കളഞ്ഞ് ഭൂമിയിൽ. ഇതുപോലെ പിശാചില്ലാത്തൊരു ഭൂമി, ആ ഭൂമിയിൽ സാത്താൻ ബന്ധനസ്ഥനാക്കി മാറ്റിയിട്ട് ഈ സാത്താൻ്റെ സന്നിധിയിലേക്ക് നമ്മെ മനുഷ്യരാശിയൊക്കെ ഉപദേശിച്ച മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ലേക്ക് ഓഫ് ഫയർ, ഗന്ധക തീപ്പൊയ്യൽ തള്ളും. അവ അവിടെ കിടക്കുക. എന്നിട്ടാണ് മില്ലേനിയം അഥവാ സഹസ്രാബ്ദ യുഗം. ഈ സഹസ്രാബ്ദ യുഗം കഴിയുന്ന അവസാന ഘട്ടത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വെളിപ്പാടിൽ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേൽ ഇറങ്ങി പടവെട്ടി. ആ പടക്കനന്തരം ഈ മഹാസർപ്പത്തെ വെട്ടി, ലൂസിഫറിനെ വെട്ടി. ആ വെട്ട് കിട്ടിയ ലൂസിഫർ ഇതാ കള്ളപ്രവാചകനും മൃഗവും അഡ്വാൻസായി പോയി കിടക്കുന്ന ഇടത്തേക്ക് ചെന്നു പതിച്ചു. അപ്പോൾ യെശയ്യാവ് എഴുതിയ പ്രവചനം പൂർത്തീകരിച്ചു. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? വെട്ടുവന്ന വഴി കണ്ടോ? ഇപ്പം വ്യക്തമായോ? നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ഭൂരാജക്കന്മാർ നിന്നെ കണ്ട് വിറച്ചില്ലേ? അനവധി സിംഹാസനങ്ങളെയൊക്കെ നീ അട്ടിമറിച്ചവനാ. ഇതാ കൃമികൾ ഞങ്ങൾക്ക് പുതപ്പായിരിക്കുന്ന ഇടത്തേക്ക് നീയും വന്നപ്പോൾ നീ ഞങ്ങൾക്ക് തുല്യനായോ? ഇപ്പോഴാണ് യെശയ്യാവിൻ്റെ പ്രവചനം നിറവേറുന്നത്. ഇപ്പം മനസ്സിലായോ? എളുപ്പമായില്ലേ? അത് ഉൾക്കൊള്ളാൻ വയ്യാത്ത ചിലർ ഈ പണ്ടേ പറഞ്ഞു വെച്ച ഇങ്ങനെ കിടക്കുക. അപ്പോൾ ബൈബിളിലെ ഇതിനപ്പുറത്തേക്ക് മുഴച്ചു നിൽക്കുന്ന എഡ്ജുകളുണ്ട്. അത് പരിഹരിച്ചു പോയെങ്കിലേ കാര്യം നടക്കൂ. എന്ത് പറയുന്നു? എളുപ്പമായില്ലേ? വെട്ട് കിട്ടി. പക്ഷെ എപ്പോഴാ? അന്നേരം വെട്ടുകല്ല, അന്നേരം തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞെടുത്തു എന്ന് വെട്ടി താഴോട്ടിട്ടു. അപ്പോൾ ഇവിടെ വന്നു ലേക്ക് ഓഫ് ഫയറിൽ. അപ്പോഴാണ് യെശയ്യാവിൻ്റെ പ്രവചനം നിറവേറുന്നത്. വ്യക്തത വന്നോ? ശരി. അപ്പോൾ നമുക്ക് ആ വ്യക്തത വന്ന സ്ഥിതിക്ക് മുമ്പോട്ട് പോകാം. 5-ാം കാഹളത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ദൂതനൂതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ഒരു ദൂതൻ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു തുറക്കാൻ. ഇതിന്റെ അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അപ്പോൾ ഇരുട്ടുകൊണ്ട് അടച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ ഇരുട്ട് എന്നിവിടെ പറയുന്നത് ശരിക്ക് പഠിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. ഇത്തരമൊരു ഇരുട്ട് പണ്ട് ഈജിപ്തിലുണ്ടായി. എപ്പോഴാ? 10 പാതയിൽ. അന്ധതമസ്. അന്ധതമസ് എന്ന ആ പ്രയോഗം മലയാളത്തിലെ നല്ലൊരു പ്രയോഗമാണ്. ചുമ്മാ ഒരു ഇരുട്ടല്ല. ശരിയായി പഠിച്ചാൽ മനസ്സിലാകും. സ്പർശിക്കത്തക്ക ഇരുളെന്ന്, തൊട്ടാൽ ബോധ്യം വരുന്ന ഇരുളെന്ന്. ഇവിടെയൊക്കെ ഇരുളുണ്ട്, പക്ഷെ തൊട്ടാൽ മനുഷ്യന് ബോധ്യം വരത്തില്ല. സ്പർശിക്കത്തക്ക ഇരുള് എന്ന് വെച്ചാൽ ഒരു കരിമ്പട കെട്ടിൽ തൊട്ടാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരുള് വ്യാപിച്ച് കിടക്കുക. എന്തിനാ ഇത് കൊടുത്തെന്നറിയണ്ടേ? 10 വാതകളിൽ ഒടുക്കത്തെ വാതയാണ് അന്ധതമസ്. 9-ാം തോന്നുന്നു. ഈ അന്ധതമസ് കൊടുക്കാൻ കാരണമുണ്ട്. ഈജിപ്തുകാരുടെ പ്രധാന ദേവൻ്റെ പേര് സൂര്യൻ. മനസ്സിലായോ? സൂര്യൻ നമ്മുടെ ബാബിലോണിയരുടെ കൂട്ട് തന്നെ. ബാബിലോണിയർ ബാലെന്ന് വിളിച്ചപ്പോൾ ഈജിപ്തുകാർ ഈ ദേവനെ വിളിച്ചത് റേ എന്നായിരുന്നു. ഗോഡ് റേ, അല്ലെങ്കിൽ റാ എന്നോ റേ എന്നോ വിളിച്ചു സൂര്യദേവനെ. അതിൽ നിന്നാണ് ഈ എക്സ് റേ എന്ന പദം ഉണ്ടാകുന്നത്. കിരണം എന്നർത്ഥത്തിൽ റേ. റേ വരുന്ന ഇവിടുന്ന് സൂര്യനിൽ നിന്ന് കിരണം, റേ.
റേ എന്നോ റാ എന്നോ വിളിച്ച ഗോഡാണ് അവരുടെ പ്രധാന ഗോഡെങ്കിൽ മോശയുടെ പ്രവൃത്തിക്കൊടുവിൽ ലാസ്റ്റ് അവൻ്റെ ഫ്യൂസ് അടിച്ച് തകർത്തപ്പോഴാണ് ഇരുട്ടി വ്യാപിച്ചതല്ല. നീ ഇത്രയുള്ളം തെളിയിക്കായിരുന്നു, ലാസ്റ്റ് ദൈവം തെളിയിച്ചു കൊടുക്കുകയാണ്. അന്ധതമസ്, ഇതുപോലെയുള്ള അന്ധകാരം വ്യാപിച്ചു. അഗാധകൂപം തുറന്നപ്പോൾ അന്ധകാരം വ്യാപിച്ചു. പിന്നെ കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിനു ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. പിന്നെ അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. പിന്നെ അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. പിന്നെ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. പിന്നെ വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. വെട്ടുക്കിളിയുടെ പാതാള വെട്ടിക്കിളി പട പുറപ്പെട്ടു വിടുന്നു. ഇവ ഒരു പറ്റം ദുരാത്മാക്കളാകണം, പണ്ട് കൂട്ടിയിട്ടവയായിരിക്കണം. അവയെ തുറന്നു വിട്ടപ്പോൾ വെട്ടുക്കിളികളുടെ രൂപം പടക്കണീച്ച കുതിരകൾക്ക് സമം. അതൊക്കെ എന്തോ സംഭവമാണ്, വായിച്ചേ. പിന്നെ തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു. പിന്നെ സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ലുപോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. പിന്നെ തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. പിന്നെ അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും. ഇവിടെ ഒരു പേര് പറയാ, അഗാധദൂതൻ. അവിടെ ഒരു ദൂതൻ കൂട്ടിയിട്ട് ഒരാടി ക്യാപ്റ്റൻ ഉണ്ട് അവിടെ. അവന് രാജാവായിരുന്നു. സാധാരണ വെട്ടുക്കിളിക്ക് ഒരു പ്രശ്നമുണ്ട്, വെട്ടുക്കിളിക്ക് രാജാവില്ല. അവ അണിയണിയായി പറക്കുന്നു എന്ന് സദൃശവാക്യത്തിൽ പറയാം. ഇവിടുത്തെ വെട്ടുക്കിളിക്ക് രാജാവുണ്ട്. അവൻ അബദ്ദോൻ, ആബട്ട്, ഇതിൽ നിന്നാണ് അബദ്ദോൻ എന്ന പദമുണ്ടാകുന്നത്. ആബട്ട് ടു പെരീഷ്, നശിപ്പിക്കുന്നവൻ, വിനാശകാരിയായ ഒരു ദൂതന്റെ പ്രത്യക്ഷതയാണ്, പിശാചിന്റെ പ്രത്യക്ഷതയാണ്. അവൻ എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. ഗ്രീക്കിൽ അപ്പൊല്ലുവോൻ നാശകൻ, അതുപോലെ ആബട്ട് നശിപ്പിക്കുന്നവൻ, അബദ്ദോൻ, അപ്പൊല്ലുവോൻ, ഇങ്ങനെ പേരുള്ള അവന്റെ നേതൃത്വത്തിലാണ് ഈ പാതാള വെട്ടിക്കിളിപ്പട പുറപ്പെടുന്നത്. പിന്നെ കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 6ാമത്തെ ദൂതൻ ഊതി. ഇതാണ് ഒരു പ്രധാന വിഷയം. 6ാമത്തെ ദൂതൻ ഊതി. ഇത് വളരെ പഠിക്കണം. ഇത് നമ്മളുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കഥകളാണ്. കേട്ടോളൂ, വായിക്കാം. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നിന്നൊരു ശബ്ദം ദൂതനോട്, കാഹളം ഊതുന്നവനോട് തന്നെ പറയാണ്, നീ ഇത് ഊതിയിട്ട് യൂഫ്രട്ടീസ് നദീതടത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടണം. എങ്ങനെ അവരെ ബന്ധിച്ചേക്കുന്നേ, വായിച്ചേ. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കേൾക്ക്, മനുഷ്യൻ രാശി ഏറെ ഭയപ്പെടുന്ന ചിലതരം ആയുധങ്ങളുണ്ട്. അതിലൊന്ന് രാസായുധമാണ്. രാസായുധ വർഷം എങ്ങനെ മനുഷ്യരാശിയെ തകർക്കുമെന്നത് വിനാശകാരിയായ ഇത്തരം ആയുധങ്ങൾ ഇനിയൊരിക്കലും പ്രയോഗിക്കാതെ, അണ്വായുധങ്ങൾ പ്രയോഗിക്കാതെ ആണവ നശീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നത് ഇത്തരമൊരു സംഭവം പൊട്ടിപ്പുറപ്പെടാനിടയുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ യൂഫ്രട്ടീസ് നദീതടം എക്കാലത്തും ഇത്തരം ചിന്തകളുടെ കേന്ദ്രമാണ്. ഇവിടെ നടന്ന എല്ലാ നിരായുധീകരണ കരാറുകളും ഒപ്പിട്ടത് യൂഫ്രട്ടീസ് തടത്തെ സംബന്ധിച്ചാണ്. ഇവിടെയുള്ള വിശേഷിച്ച് ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ രാസായുധങ്ങളോ അണ്വായുധങ്ങളോ ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ വിവേചനമില്ലാതെ ഉപയോഗിക്കരുത് എന്ന ശാഠ്യം കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ നിർബന്ധിച്ചു വച്ച എല്ലാ കരാറുകൾക്കും ഒരു പ്രശ്നമുണ്ട്. ഇന്ന ആണ്ട്, ഇന്ന മാസം, ഇന്ന തീയതി വരെ കരാറിന് വാല്യൂ ഉള്ളൂ. പിന്നത് പുതുക്കണം.
അങ്ങനെയെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ, ദണ്ണിപ്പിക്കാൻ ഇന്നയാണ്ട്, ഇന്ന മാസം, ഇന്ന തീയതി എന്ന് പറഞ്ഞ് മനുഷ്യനുണ്ടാക്കിയ കരാറുകളുടെ എല്ലാം പ്രഭവ കേന്ദ്രം യൂഫ്രട്ടീസ് തടമാണ്. മനുഷ്യനൊരു കരാറിൽ ഒപ്പിടുമ്പോൾ വെറുതെ ഒപ്പിട്ടിട്ട് വരികയല്ല, അതിൻ്റെ പിന്നിൽ ഗോഡ്സ് ഓൺ ഇന്റർഫിയറൻസ്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ. അങ്ങനെയെങ്കിൽ ആ കരാറുകൾ അപ്രസക്തമായി കഴിഞ്ഞാൽ ഭീകരമായൊരു കാലാവസ്ഥയിലേക്ക് ലോകം മാറും. എന്തൊക്കെയായിരിക്കും അപ്പോൾ സംഭവിക്കുന്നത് മനസ്സിലാകും. അപ്പോൾ നോക്കാം. ഇതൊരു ശരിക്കും അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. വായിച്ച് ആരുടെ ശ്രദ്ധ പോലെ. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. പിന്നെ ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം. ഇങ്ങനെ പോകുന്ന കുതിരപ്പടയെ ശ്രദ്ധിക്കുക, അതിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിക്കണം. തീ നിറവും ഗന്ധക നീലവുമായ കവചം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കണ്ടു. പിന്നെ കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. സിംഹത്തിന്റെ തല പോലെയുള്ള കുതിര. പിന്നെ അതിന്റെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. ലോകത്ത് ഏതെങ്കിലും കുതിരയുടെ വായിൽ നിന്ന് തീ പൊങ്ങും? തീ എങ്ങനെയാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഗന്ധകം എങ്ങനെ പൊങ്ങും? ഇങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ ഈ യുദ്ധരംഗത്ത് നോക്കുക. ഈ ടാങ്കറുകളൊക്കെ തന്നെ പഴയ കുതിരകളുടെ ഇലക്ട്രോണിക് രൂപമാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, മെക്കാനിക്കലായൊരു രൂപമാണ്. ആ ടാങ്കിൽ നിന്ന് പൊങ്ങുന്ന പുക നോക്ക്, അതിൽ കവചം ധരിച്ച് നിൽക്കുന്നൊരു മനുഷ്യനെ നോക്ക്. അവൻ ഗന്ധക നിറമുള്ള കവചം ധരിച്ചുകൊണ്ട് നിൽക്കുക. രാസായുധ വർഷം നടക്കുന്ന യുദ്ധരംഗം നിങ്ങൾ നോക്കണം. അതിൽ നിന്ന് നിർഗമിക്കുന്ന പുക നോക്കണം. ഇപ്പൊ കുതിര എന്ന അപ്പോസ്തലൻ ഇവിടെ എഴുതുമ്പോൾ തൻ്റെ കാലത്ത് ഇത്തരം ആയുധങ്ങളൊന്നുമില്ല, വെറും കുതിരപ്പുറത്ത് ആളുകൾ പോകുന്നേ. ടാങ്കറുകൾ പാഞ്ഞു പോകുന്ന ഒത്തിരി യുദ്ധങ്ങൾ നമ്മളിവിടെ കണ്ടു. ആ യുദ്ധങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ പുക പൊങ്ങുന്ന കാഴ്ചയാ. ഈ രാസായുധ പ്രയോഗം നടക്കുന്ന ഇടത്ത് ബൈ പ്രൊഡക്ഷനായിട്ട് കിട്ടുന്ന സംഗതികളാ ഗന്ധകം, തീയ്, പുക. ഗന്ധകവും തീയും പുകയും വന്നെങ്കിൽ രാസായുധ വർഷം കൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്. ഇത്തരം ആയുധം ഉപയോഗിച്ചുള്ള ഒഴിവ് ഏറ്റുമുട്ടൽ ഇനി ഭൂമിയിൽ സംഭവിക്കാതിരിക്കാൻ മനുഷ്യൻ നടപ്പിലാക്കിയ സകല കരാറുകളുടെയും പ്രഭവ കേന്ദ്രം മിഡിൽ ഈസ്റ്റിലെ യൂഫ്രട്ടീസ് നദീതടമാണ്. ഈ പ്രബലമായ ഉടമ്പടികളെ അസ്തമിപ്പിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായി ഇറങ്ങിപ്പുറപ്പെടുന്ന പടയാളികൾ കവചം ധരിച്ച് ടാങ്കറുകളുടെ മീതെ യാത്ര ചെയ്യുന്ന രംഗം പ്രവാചകൻ വർഷങ്ങൾക്കപ്പുറത്ത് കണ്ടിട്ട് തൻ്റെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി അയച്ചോ, വായിക്കാം. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം. വളരെ ശ്രദ്ധിച്ചാട്ട. തീയും ഗന്ധകവും പുകയും വമിപ്പിച്ചു കൊണ്ടുപോകുന്ന ടാങ്കറുകൾ, യുദ്ധരംഗത്തേക്ക് കടന്നു പോകുന്ന ഇത്തരം വാഹനങ്ങളെ കണ്ടുകൊണ്ട് ആ ഗന്ധം തിരിച്ചടിച്ച് ആള് മരിക്കാതിരിക്കാൻ ഗന്ധക വർണ്ണമായ കവചം ധരിച്ചുകൊണ്ട്, മൂടുപടം ധരിച്ചുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കുന്ന പടയാളികളെയൊക്കെ കണ്ട് ബഹുസഹസ്രം വരുന്ന അത്തരം ആളുകൾ യുദ്ധസന്നദ്ധരായി ഇറങ്ങിപ്പുറപ്പെടുന്ന കാഴ്ച പ്രവാചകൻ കാലങ്ങൾക്കപ്പുറത്ത് കണ്ടെഴുതി വെക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനമാണിതെന്നുള്ള കാര്യം ദൈവമക്കൾ മനസ്സിലാക്കുക. അടുത്തിലേക്ക്. എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. പിന്നെ കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. പിന്നെ വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇത്രയും ആപത്ത് വന്നിട്ടും മനുഷ്യൻ ബിംബാരാധന വിട്ട്, ദുർഭൂത സേവ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും സത്യദൈവത്തെ വിളിക്കാതെ, ബിംബാരാധന വിടാതെ ദുർഭൂതങ്ങളെ സേവിക്കുന്ന മനുഷ്യൻ, ക്ഷുദ്രാദി കർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ, ഗൂഢപ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അന്നുമുണ്ടാകും എന്നാണ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. 9 അധ്യായം തീർന്നോ? വായിച്ചോളൂ. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. പിന്നെ ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട അധ്യായം.
ബലവാനായ മറ്റൊരു ദൂതൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാഖ്യാന പുസ്തകം, ഈ വെളിപ്പാടൊക്കെ എഴുതിയുടെ പുസ്തകം വായിക്കണം. ഇവർ ഈ ഒരു അധ്യായത്തിന് ആരും ഒരു കമൻ്റ് എഴുതി ഞാൻ കണ്ടിട്ടില്ല. നിസാരമായിട്ട് തള്ളിക്കളയുക, ശ്രദ്ധിക്കാറേയില്ല. അങ്ങനെ പലരും ഒരു അധ്യായം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കണം, എന്തോ കാര്യമുണ്ട്. കാരണം ബലവാനായൊരു ദൂതനെ കൊണ്ട് ചെയ്യിച്ച പണി നോക്കി വായിച്ച്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ബലവാനായൊരു ദൂതൻ ഇറങ്ങുന്നു. ഓക്കെ, അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും. ആ മേഘമുടുത്തവൻ, ആകാശവില്ല് ധരിച്ചവൻ, പിന്നെ മുഖം സൂര്യനെ പോലെയും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. അവന്റെ കയ്യിൽ തുറന്നൊരു പുസ്തകം വലങ്കാൽ സമുദ്രത്തിലും ഇടങ്കാൽ കരയിലും വെച്ചുകൊണ്ട് സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിയുടെ നാദം മുഴങ്ങിയപ്പോൾ, അതൊന്ന് എഴുതിയേക്കാവ് നീ ആശാൻ ഓർത്തു. അവ എന്താ പറ്റിയേ? 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. പേരെടുത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ എന്തു പറഞ്ഞു കർത്താവ്? എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് എഴുതണ്ടെന്ന്. എന്താ മനസ്സിലായി? നമ്മളറിയാത്ത പണി ദൈവം വേറെ വെച്ചിട്ടുണ്ടെന്ന്. അത് എഴുതണ്ടെന്ന്. വ്യാഖ്യാതാക്കളെ, പ്രസംഗകരെ, നമ്മളറിയാത്ത അടി വേറെ വന്നിട്ടുണ്ട്, എഴുതരുത്, മാറ്റം ഇട്ടേക്കാൻ. യോഹന്നാൻ പോലും എഴുതാൻ തുടങ്ങി പറഞ്ഞു, ഞാൻ കണ്ടതായിട്ട് എഴുതിക്കുവോ, വേറെ ഒന്നും എഴുതണ്ട. 7 ഇടിയും നാദം മുഴക്കിയത് ഞാൻ എഴുതാൻ ഭാവിച്ചപ്പോൾ എഴുതാതെ മുദ്രയിട്ട് അതങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. എടുക്കരുത്. മനസ്സിലായോ? ഇതിനകത്ത് സൂക്ഷിച്ചേക്കുന്ന പണി ഇതാ. ഈ പുസ്തകം തുറക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പുറകോട്ട് മാറാൻ കാരണം എന്താ? അറിയാത്ത അടി വേറെ എഴുതി വെച്ചിരിക്കുക, അവിടെ തൊട്ടു പോകരുതെന്ന്. അപ്പോൾ ഈ ദൂതനെ നോക്കിക്കേ, ബലവാനായൊരു ദൂതൻ. ഒരു കാൽ സമുദ്രത്തിൽ, ഒരു കാൽ കരയിൽ, ഭൂമിയിൽ. സിംഹം അലറുന്നതുപോലെ അത്യുച്ചനാദത്തിൽ അലറി 7 ഇടിയും നാദം മുഴക്കി. അപ്പോൾ ഈ പുസ്തകത്തിൽ കണ്ടതിൽ ഇത്രയും ശബ്ദമയാനമായ ഒരന്തരീക്ഷം വേറെ എങ്ങുമില്ല. നിർഭാഗ്യവശാൽ വ്യാഖ്യാതാക്കൾ എന്തുകൊണ്ട് 10-ാം അധ്യായം ശ്രദ്ധിക്കാതെ പോകുന്നു? അതുകൊണ്ട് ഞാൻ പറയും, ഈ പുസ്തകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അധ്യായം. അല്ലെങ്കിൽ ഇത്തരം ഒരു ദൂതനെ വിട്ട് ഇത് പറയിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ലെങ്കിൽ ഇത് പറയിക്കണോ? വായിക്കാം. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകയില്ല. പുള്ളി അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയാ, ഇനി കാലം ഉണ്ടാകയില്ല. എൻ്റെ അർത്ഥം എന്താ? ഇനി കാലമില്ലെന്ന്. ഇവിടെ വന്ന് കാലം തീർന്നു. ഒരു ഡെഡ് ലൈനിൽ നിങ്ങൾ നിൽക്കുക. ഇവിടുന്ന് പുതുയുഗ പിറവിയ. ഇനി ഇതുവരെ കണ്ട കാലം ദാ ഇവിടെ തീർന്നു. നിസാരമാണോ സംഭവം? നിസാരമാണോ? ഇത് പഠിക്കണം. ഇനി കാലമുണ്ടാകയില്ല. പിന്നെ 7-ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്, 7-ാം ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ, ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് കാണിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. മതി. ദൈവത്തിന്റെ മർമ്മം 7-ാം ദൂതന്റെ കാഹളത്തിന്റെ ഘട്ടത്തിൽ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് വെറുതെ പറയല്ലേ. എങ്ങനെ പറഞ്ഞേ? അയ്യോ, ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. കണ്ടോ, സത്യം ചെയ്തു. നമുക്ക് നിഷേധിച്ച കാര്യമാണ് ദൈവത്തോട് സത്യം ചെയ്യരുതെന്ന്. പക്ഷെ ദൂതൻ ഇത് ചെയ്യുക, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. നിസാര ഒരു അധ്യായമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നിസാര അധ്യായമല്ല. അദ്ദേഹം പറയാ, അന്ന് നിവൃത്തിയാകുന്ന ചില കാര്യം. എന്തൊക്കെ സംഭവിക്കും അന്ന് കാലമുണ്ടാകയില്ല. കാലം അവിടെ വച്ച് തീരും. അപ്പോൾ ഇതുവരെ ഒഴുകി വന്ന കാലം അവിടെ തീർന്നിട്ട് ഒരു പുതിയ തുടക്കം. അങ്ങോട്ട് പോകാം. 2, കാലമുണ്ടാകയില്ല. 7-ാം ദൂതൻ
കാകളമുതാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് ഒരു മർമ്മം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു രഹസ്യം. ആ രഹസ്യം നിവൃത്തിയാകും. എന്തോ രഹസ്യമാണ് അങ്ങനെ നിവൃത്തിയാകാൻ ഇനിയുള്ളത്. നിവൃത്തിയാകാനുള്ള പല മർമ്മങ്ങളിൽ പലതും നിറവേറാൻ ഒരു മർമ്മം ബാക്കി നിൽക്കുന്നു. അത് തൻ്റെ തിരുസഭ എന്ന മർമ്മമാണ്. തിരുസഭ എന്ന മർമ്മം അന്നാണ് പൂർണ്ണമാകുന്നത്. സഭയിലെ അവസാനത്തെ ആളും ദൈവസഭയുടെ ഭാഗമാകുന്നത് അപ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ഏഴാം ദൂതൻ്റെ കാഹളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, വായിക്കാം. 11:5 വായിക്കാം. അന്ന് എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. വാട്ട് ഹാപ്പൻ ദാറ്റ് സെയിം ഡേ? ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ 11:15 ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും പിന്നെ അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായത് ഈ കാഹള ഊതിയപ്പോഴാണ്. ലോകരാജ്യത്വം ക്രിസ്തുവിന് കിട്ടുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു? പിന്നെ കാലമുണ്ടായില്ല, കാലം തീർന്നു. അന്ന് സഭ എന്ന മർമ്മം പൂർത്തീകരിച്ചു. അന്ന് രാജ്യത്വം ക്രിസ്തുവിന് കിട്ടി. ഈ കാരണങ്ങളോട് തുലനപ്പെടുത്താവുന്ന മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. 1 തെസ്സലോനിക്കർ 4:16. പരിചയമുള്ള വാക്യമാണ്, മനപ്പാട് അറിയാൻ പലർക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അവിടെ എന്തൊക്കെ കേട്ടു? കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ കേട്ടെ. ഈ 10-ാം അധ്യായത്തിലെ ദൂതനെ ഒരു പ്രധാന ദൂതൻ എന്ന് വിളിക്കാൻ യോഗ്യതയുണ്ടോ നോക്കിക്കേ. അവിടെ ഒരു ഗംഭീരനാദം നിങ്ങൾ കേൾക്കാവോ നോക്കിയേ. 10:1 ഒന്നുകൂടെ നോക്കിയേ. വേറൊരാൾ ശ്രദ്ധിച്ചേ. വേറൊരാൾ നോക്കണമെന്നില്ല, ഒരാൾക്ക് നോക്കാം. ബലവാനായൊരു ദൂതൻ, ശക്തനായൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി ഒരു കാല് കടലിലും ഒരു കാല് കരയിലും വെച്ചിട്ട് സിംഹം അലറുന്നത് പോലെ അത്യുച്ചനാദത്തിൽ ഗർജിച്ചു. പ്രധാന ദൂതന്റെ ശബ്ദം. കർത്താവ് താൻ ഗംഭീരനാദം, 7 അടിയുടെ മുഴക്കം, എഴുതാതെ വിട്ട 7 അടിയുടെ മുഴക്കം, പ്രധാന ദൂതന്റെ ശബ്ദം. അടുത്ത കേട്ടു, ദൈവത്തിൻ്റെ കാഹളം. 7-ാമത്തെ ദൂതൻ തൻ്റെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് അവൻ തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ അവിടുത്തെ മർമ്മം നിവൃത്തിയാകും. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം, സഭയും മഹാപീഡനവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അത് കേട്ടുകൊള്ളുക. ഒരു രാജ്യത്ത് യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ്, ഇന്ത്യ പാക് തന്നെ ഉദാഹരണം പറയാം, നിർണായകമായ ഘട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധസൂചന കൊടുക്കാൻ ഒരു പണിയുണ്ട്. അടുത്ത രാജ്യത്തിന് നമ്മൾ യുദ്ധസൂചന കൊടുക്കുന്നതിൻ്റെ ആദ്യഘട്ടം അംബാസഡറെ തിരിച്ചു വിളിക്കും. നമ്മുടെ അംബാസഡർ ഉണ്ട്, പുള്ളിയെ ഇട്ടിട്ട് പോകുമ്പോഴല്ല, പുള്ളിയെ തിരിച്ചു വിളിക്കും. അംബാസഡറെ ഒരു രാജ്യം തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പുറത്താക്കാറുണ്ട് അംബാസഡറെ. അത് ഒരു പ്രതിഷേധം അറിയിക്കുക മറ്റവർ, ഇന്ത്യ വിട്ട് പൊക്കോണമെന്ന് നമ്മൾ പറയും. അല്ലെ അംബാസഡറെ വിളിച്ച് ശാസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷയമാണ്. പക്ഷെങ്കിൽ അംബാസഡറെ തിരിച്ചു വിളിച്ചിട്ടാണ് യുദ്ധം. അതുകൊണ്ട് ഞാൻ പറയും, കർത്തൃപീഡയിൽ കൂടി, കർത്താവിൻ്റെ കോപത്തിൽ കൂടി സഭ കടക്കില്ല. എന്നാൽ രാഷ്ട്രീയ പീഡകളിൽ കൂടി സഭ കടക്കും. രാഷ്ട്രീയ പീഡകളിൽ കൂടി സഭ കടക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. രാഷ്ട്രീയ പീഡകളിൽ കൂടി എക്കാലഘട്ടത്തിലും സഭ കടന്നിട്ടുണ്ട്, ദൈവമക്കൾ കടന്നിട്ടുണ്ട്.
രാഷ്ട്രീയ പീഡകളുടെ ആരംഭം, രാഷ്ട്രീയ പീഡ എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന അർത്ഥമല്ല രാഷ്ട്രീയത്തിന്. ഗവൺമെൻറ്റുകൾ, ഭരണകൂടങ്ങൾ സുവിശേഷ വിരുദ്ധമായി നൽകുന്ന പ്രവണതകൾക്ക് സഭയെ എക്കാലഘട്ടത്തിലും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധിക്ക് രണ്ട് വിധ ഉത്തരവാണ്. ചിലപ്പോൾ അത്തരം പീഡകൾ നമുക്ക് ഭവിക്കാം, ചിലപ്പോൾ അത്തരം പീഡകളിൽ നിന്ന് ദൈവം രക്ഷിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. അതെങ്ങനെ? അങ്ങനെ രണ്ടായിട്ട് പറയുന്നത് പറയാം. പ്രളയമുണ്ടായി, ആ പ്രളയത്തിൽ 8 പേർ രക്ഷപ്പെട്ടു. പ്രളയം നേരിട്ടു, പക്ഷേ 8 പേർ രക്ഷപ്പെട്ടു. തീച്ചൂള ഉണ്ടായി, തീച്ചൂളയിൽ 3 പേരിട്ടു, അവർ രക്ഷപ്പെട്ടു. സിംഹം കുഴിയിലിട്ടു, ദാനിയേൽ പക്ഷേ സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. അപ്പോൾ രക്ഷപ്പെടുന്നവരെ കാണുന്നു. ഇനി അതൊന്ന് വ്യക്തമാക്കാൻ നമുക്കൊരു വാക്യം കൂടി തേടിപ്പോകാം. എബ്രായർ 11:33 മുതൽ ഒന്ന് വായിച്ച്, എങ്ങനെയാണ് പീഡകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വായിച്ചട്ടെ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസത്താൽ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ദാവീദ്, ശിംശോൻ മുതലായ ആളുകളൊക്കെ രാജ്യങ്ങളെ അടക്കി. പിന്നെ നീതി നടത്തി. പിന്നെ വാഗ്ദത്തം പ്രാപിച്ചു. പിന്നെ സിംഹങ്ങളുടെ വായടച്ചു. ആരാ? ദാനിയേൽ. സിംഹങ്ങളുടെ വായടച്ചു. പിന്നെ തീയുടെ ബലം കെടുത്തു. തീച്ചൂളയുടെ ബലം കെടുത്തി. പിന്നെ വാളിന്റെ വായ്ക്ക് തെറ്റി. യുദ്ധമുഖത്ത് നിന്ന് അത്ഭുതത്തോടെ രക്ഷപ്പെട്ടു ഭക്തന്മാർ. പിന്നെ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. പിന്നെ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. പിന്നെ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ജയമെടുത്തു. വിശ്വാസത്താൽ പല ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിൽ ജയമെടുത്തു ദൈവത്തിന്റെ മക്കൾ. പിന്നെ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. നായീനിലെ വിധവയ്ക്ക്, ലാസറിന്റെ സഹോദരിമാർക്ക്, സാരേഫാത്തിലെ വിധവയ്ക്ക് ഒക്കെ തങ്ങളുടെ പുരുഷന്മാരെ, മക്കളെ, സഹോദരനെ, ഭർത്താവിനെ ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. പിന്നെ മറ്റു ചിലർ, ഇവിടെ മുതലാണ് തെറ്റുന്നത്, വായിച്ച്. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ വേറെ ചിലരെ ഭേദ്യമേറ്റു. മുമ്പേ കണ്ടത് തെറ്റി ഒഴിഞ്ഞു, അടി വരുമ്പോ തെറ്റി ഒഴിഞ്ഞു. അടുത്ത കൂട്ടരുടെ കാര്യം പറയുക, അവര് ഭേദ്യമേറ്റു. പിന്നെ വേറെ ചിലർ പരിഹാസം ചമ്മട്ടി. വേറെ ചിലർ പരിഹസിക്കപ്പെട്ടു, ചമ്മട്ടിയാൽ അടിയേറ്റു. പിന്നെ ചങ്ങലയും തടവും അനുഭവിച്ചു. പിന്നെ ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. പിന്നെ കല്ലേറേറ്റു. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ആ തടിയറക്കുന്ന വാളുകൊണ്ട് മനുഷ്യനെ അറത്തു കൊല്ലുന്ന സ്ഥിതിവിശേഷത്തിന് ഭക്തൻ ഏൽപ്പിച്ചു കൊടുത്തു. ചിലർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയൊഴിഞ്ഞപ്പോൾ ചിലർ വിടുതൽ വേണ്ടെന്ന് വെച്ചിട്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഭേദ്യമേറ്റു, ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു. പിന്നെ പരീക്ഷിക്കപ്പെട്ടു. പിന്നെ വാളാൽ കൊല്ലപ്പെട്ടു. പിന്നെ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഞാൻ ഇന്നൊരു ലൈവിൽ ഈ കാര്യമൊക്കെ അല്പം പീഡകളോട് ബന്ധപ്പെട്ട് പറയാനിടയായി. ചോര വറ്റാത്ത തോല്, മൃഗത്തിൻ്റെ തോല്, അതിലേക്ക് മനുഷ്യനെ വരിഞ്ഞു മുറുക്കുക. ഇത്തരം ചോര വറ്റാത്ത ആ തോല്, മൃഗത്തിൽ നിന്ന് ഉരിഞ്ഞെടുത്ത തോലിന് അത് സോഫ്റ്റാണല്ലോ, പക്ഷെ അത് മനുഷ്യരത്തോട് ചേർത്ത് ചുറ്റിയിട്ട് റാപ്പ് ചെയ്യുക, എന്നിട്ട് മരുഭൂമിയിൽ ചൂടുള്ളിടത്ത് ഉണക്കാൻ വെക്കുക. അത് ഉണങ്ങി ഒട്ടിപ്പിടിച്ച് ആളനുകത്തിരുന്ന് ശ്വാസം കിട്ടാതെ മരിക്കും. ചില ഘട്ടങ്ങളിൽ ചെയ്യുന്നത് ചീഞ്ഞഴുകിയ ശവശരീരങ്ങളെ ഇയാളോട് ചേർത്ത് ചുറ്റും. വല്ലാത്ത ഭീകരമായൊരു മരണമാണത്. അതൊരെണ്ണം. അതിനാണ് പറയുന്നത് ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അവർ യേശുവിനെ അറിഞ്ഞവരായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. അപ്പുറത്തെല്ലാം വിടുതലാ കിട്ടിയതെങ്കിൽ അതുകൊണ്ട് ദൈവസഭയിൽ അടുത്ത് പറയാം ബുദ്ധിമുട്ട്, ഉപദ്രവം. പിന്നെ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു അലഞ്ഞു. കാടുകളിൽ, മലകളിൽ, ഭൂമിയുടെ പിളർപ്പുകളിൽ അലഞ്ഞു നടന്നു. അടുത്ത വാക്യം, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അപ്പോൾ യോഗ്യമല്ലാത്തൊരു ലോകത്തിൽ അവർ ജയാളികളായി ജീവിച്ചു. എക്കാലഘട്ടത്തിലുമുണ്ട് ദൈവത്തിന് രണ്ട് വിധ ആളുകൾ. മനസ്സിലായോ? എപ്പോഴും ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണെന്ന് ചിന്തിക്കണ്ട. ചിലർക്ക് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ
മറുവശത്ത് എപ്പോഴും സമൃദ്ധിയും ധരിക്കരുത്. ലോകം നമുക്ക് യോഗ്യമല്ല. ഈ പഠനങ്ങൾ ഒരുപോലെ സഭകളിൽ ഉണ്ടാകണം. ദൈവമക്കൾക്ക് പീഡയുണ്ട്. ആ പീഡ ഈ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിർവഹിക്കാൻ പോകുന്ന റാത്ത് ദൈവക്രോധത്തിൽ കൂടിയല്ല സഭ കിടക്കുന്നത്. പൊളിറ്റിക്കൽ റിയാലിറ്റീസ്, അത് ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഇവിടെ വരെ പോകുന്ന പീഡ ഇന്നും നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കും. ഈ പീഡയുടെ ആധിക്യം, അതിൻ്റെ ആ തീവ്രഭാവത്തിലാണ് നമ്മൾ കാഹളം കേൾക്കുന്നത്. ആ കാഹളം കേൾക്കുന്ന രംഗമാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദയവായി 4-ാം അധ്യായത്തിൻ്റെ 1-ലാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന വാദം ഉപേക്ഷിക്കുക. അവിടെ എങ്ങും അത്തരം പരാമർശമില്ല. അവിടെ യാതൊരു വിധത്തിലും കാണാൻ സാധിക്കില്ല. അവിടെ കാണുന്നത് യോഹന്നാനെ വെളിപ്പാട് കാണാൻ വിളിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ദൈവക്രോധം വരാൻ പോവാണ്. ദൈവക്രോധത്തിന് മുമ്പ് സഭ എടുക്കപ്പെട്ടു. സഭയെ ദൈവക്രോധത്തിൽ കൂടി കടത്തേണ്ട കാര്യമില്ല. ദൈവക്രോധം വേറെ. ഞാൻ ഇന്നലെ അത് ഡിവൈഡ് ചെയ്തെന്നു. 2 വിധ കോപത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. വേണമെങ്കിൽ അതൊരിക്കൽ കൂടി വായിച്ചു പോകാം. 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചിട്ട് 11-18. ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു. ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു. പിന്നെ മരിച്ചവരെ ന്യായീകരിക്കാനും. ജാതികൾ കോപിച്ചു നിന്റെ കോപം വന്നു. ജാതികളുടെ കോപം ഇന്ന് തുടങ്ങിയതല്ല. അത് ജാതികളുടെ കാലം മുഴുവൻ തുടങ്ങിയ കോപമാ. ജാതികൾ ആയിരിക്കുന്ന കാലം മുതൽ ആരംഭിച്ച കോപം അതിനകത്തുകൂടി സഭ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുള്ളത് ദൈവക്രോധമാണ്. ദൈവക്രോധം വരും മുമ്പ് സഭയുടെ റാപ്ചർ സംഭവിക്കും. ചുരുക്കത്തിൽ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലാണ് എൻ്റെ വീക്ഷണത്തിൽ സഭയുടെ റാപ്ചർ. നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അല്ല, 4-ാം അധ്യായത്തിലാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഈ പറയപ്പെട്ട പൗലോസ് പ്രവചിക്കുന്ന 1 തെസലോനി 4:16 വാക്യങ്ങൾ വെളിപ്പാട് 10-ലെ സംഭവങ്ങളുമായിട്ട് പാരലലായി ഒത്തുവരുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, അന്ന് യുഗങ്ങളുടെ സമാപ്തി വരും, അന്ന് കാലമുണ്ടാകയില്ല എന്ന പ്രയോഗം സംജാതമാകും. അന്ന് ദൈവത്തിൻ്റെ സഭ എന്ന മർമ്മം പൂർത്തീകരിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് റിസറക്ഷൻ ചാപ്റ്റർ 1 കൊരിന്ത്യർ 11 നമ്മൾ കാണുന്ന റിസറക്ഷൻ ചാപ്റ്റർ നമുക്കറിയാമല്ലോ. അവർ പറയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ് ഒരു മർമ്മം പറയാം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി തീർക്കും എന്നൊക്കെ പറയുന്ന ഇടത്തും പൗലോസ് പറയുക, ഞാനൊരു മർമ്മം പറയാം. എഫേസ്യ ലേഖനത്തിൽ പറയുക, സഭ പൂർവ്വകാലത്ത് ഒരു മർമ്മമായിരുന്നു. ആ മർമ്മം തൻ്റെ ഭക്തന് വെളിപ്പെട്ടെങ്കിൽ സഭയാകുന്ന മർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത്, നിവൃത്തിയാകുന്നത് യേശുവിൻ്റെ വരവിലാണ്. കാരണം ആയിരങ്ങൾ സ്നാനമേറ്റ് യേശുവിൻ്റെ പാദപീഠ രക്ഷാനുഭവം പ്രാപിച്ച് യേശുവിൻ്റെ പാദപീഠ വരുമ്പോൾ, യേശു കർത്താവ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പും ലോകത്തിൻ്റെ എവിടെങ്കിലുമൊക്കെ സ്നാനങ്ങൾ നടന്നിരിക്കാം, ജനമാത്മാവിൽ ദൈവത്തെ ആരാധിച്ചിരിക്കാം, അവസാനത്തെ ആളും രക്ഷാനുഭവം പ്രാപിച്ച് യേശുവിനോട് ചേർന്നിരിക്കാം. അന്നാണ് ദൈവസഭയ്ക്ക് വിടുന്ന ആ സത്യം നിവൃത്തിയാകുന്നത്. അന്ന് സഭയിലെ അവസാനത്തെ അംഗവും സഭയുടെ ഭാഗമാകുമ്പോൾ സഭ എന്ന സംഖ്യ പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാവും. ഇപ്പോൾ ഭാഗിക സഭയാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? രക്ഷിക്കപ്പെടാൻ കിടക്കാന്നിനി ആളുകൾ, അന്ന് സഭ പൂർത്തീകരിക്കും. അതാ വചനം പറഞ്ഞത്, പൂർണ്ണമായത് വരുമ്പോൾ ഭാഗികമായത്, അംശമായത് നീങ്ങും. പൂർണ്ണമായത് വരുന്നതെന്നാണ്. അതിന് ചില ആളുകൾ പറയുന്ന പമ്പര വെഡിത്തമാണ്, വിശ്വസിക്കരുത്. ഈ ബൈബിൾ എഴുതി തീർന്നപ്പോൾ കൃപാവരങ്ങളെല്ലാം തീർന്നു. വളരെ തെറ്റ്. അവർക്ക് തന്നെ കൃത്യമായൊരു ഡേറ്റ് പറയാനാവുന്നില്ല. എഴുതി തീർന്നപ്പോഴോ, ചെല്ലു പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് സഭ പൂർത്തീകരിച്ചു. ചെല്ലു പറയുന്നത് AD 95 വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ തീർന്നു. ചെല്ലു പറയുന്നത് അതുമല്ല, ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തപ്പോൾ തീർന്നു. ഒരു ഉത്തരം കൃത്യം പറയാൻ കഴിയാതെ ഉരുളുന്ന അനേകരുണ്ട്. ഞങ്ങളൊക്കെ IVT മീഡിയ കാണും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തരം ചലഞ്ചുകൾ നിരന്തരം ചെയ്തിട്ട് ഈ ആളുകൾ രംഗത്ത് വരുന്നില്ല, ഭയവിഹുലരായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യം? വചനം സ്പഷ്ടമായി പറയുന്നു, അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് സംസാരിക്കാൻ അന്യഭാഷ, അവർക്ക് കൃപാവരങ്ങൾ, അവർക്ക് രോഗശാന്തി, അവർക്ക് അത്ഭുത അടയാളം,
അങ്ങനെ 19 കൊല്ലം അവരത് ചെയ്തു. ബാക്കി ആൾക്കൊന്നും ഇത് കൊടുക്കാതെ ഈ പുസ്തകം ബൈൻഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു വിടുന്ന ദൈവമല്ല തിരുവെഴുത്തിലെ ദൈവം. ഹല്ലേലൂയ. പൂർവ്വകാലത്ത് എന്തൊക്കെ ദൈവം ചെയ്തോ അതിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യതയോടെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഉലകത്തോട് ഇങ്ങനെ വിശ്വസിക്കുന്ന ആളോട് പറയാ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഒരു നിർഗുണനല്ല, എന്നും പ്രവർത്തിക്കുന്ന കർത്താവ്. സ്തോത്രം. ആദിയിൽ അവൻ എന്ത് പ്രവർത്തിച്ചോ അതിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ്. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കണം, അവിടുത്തെ കൃപാവരങ്ങൾ വിശ്വസിക്കണം. സഭകളിൽ കൃപാവരങ്ങളുള്ളവർ എഴുന്നേൽക്കണം, പ്രവചനാത്മാവുള്ളവർ എഴുന്നേൽക്കണം, ദൂതുള്ളവർ എഴുന്നേൽക്കണം, രോഗശാന്തിയുള്ളവർ എഴുന്നേൽക്കണം. ഇത്തരം ക്ലാസും വചനവും ഒക്കെ പഠിച്ചിട്ട് നിർജീവ അവസ്ഥയിൽ തിരിച്ചു പോകരുത്. നമുക്കൊക്കെ അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അതിനോട് വിധേയത്വം വളർത്തിക്കൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ആ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കേവലം ഒരു നൂറ്റാണ്ടിലെ 80 വർഷത്തിലേക്ക് മാത്രം കൃപാവരം കൊടുത്തിട്ട് ദൈവം ഇത് മാറ്റിവെക്കുകയില്ല. എന്നോട് സംവാദിച്ചൊരു സഹോദരനുണ്ട്, വളരെ മാന്യനായൊരു സഹോദരൻ. അദ്ദേഹം പറഞ്ഞ ഗ്രീക്ക് കിടക്കുന്നത് ഇതെല്ലാം അവിടെ ചുരുട്ടി വെച്ചേക്കുന്നതെന്നാണ് കിടക്കുന്നതെന്ന്. എന്തോ ഒരു ഗ്രീക്കാന്ന് നോക്കിക്കേ, ഇത് ചുരുട്ടി വെച്ചിരിക്കുക. അവസാനം ഇത് വേണമെങ്കിൽ ദൈവത്തിന് തുറക്കാം, ഇങ്ങനെ വെച്ചിരിക്കുക. ദൈവം കൃപാവരങ്ങളെ മാറ്റി. എന്നോട് സംസാരിച്ച ഒരു മാന്യനായ സഹോദരനുണ്ട്, വലിയ തമാശ തോന്നും. അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്. തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ ദയവായി ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റൽ ഡിബേറ്റ് എന്ന് അടിച്ചു നോക്കണം, യൂട്യൂബിലും ഒക്കെ കിട്ടും. അവിടെ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, ഇത് പണ്ടേ നിന്നുപോയി എൻ്റെ തെളിവ്. പൗലുസ് ദേശാധിപതിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന വെളിപ്പാടുസിലെ ഭാഗം എടുത്തിട്ട് പറയുകയാണ്, അവിടെ പൗലോസ് പ്രാർത്ഥിച്ചല്ല സൗഖ്യമായത്. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ? അദ്ദേഹം പറയാം, അവിടെ കിടക്കുന്നത് തെറാപ്പിയോൺ എന്നൊരു ഗ്രീക്ക് പദമാണ്. കാരണം അപ്പോൾ പൗലൂസിൻ്റെ കൂടെ ദേശാധിപതിയെ കാണാൻ ഈ ലൂക്കോസ് ഉണ്ടായിരുന്നു. ലൂക്കോസ് ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലൂക്കോസ് പൗലോസിൻ്റെ ശിഷ്യൻ അല്ല, ലൂക്കോസ് ഒരു ഡോക്ടർ. അയാൾ തെറാപ്പി നടത്തി ദേശാധിപതിയെ സൗഖ്യമാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, എന്നാലും ദൈവം ചെയ്യുന്നത് വിശ്വസിക്കാൻ ഇത്ര നാണമാണോ? ഇല്ലാത്ത ഗ്രീക്ക് പദം ഉണ്ടാക്കി. അല്ല, ചുട്ട മറുപടി ഉണ്ട് അവിടെ. ചൂളിപ്പോകുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ നോക്കിക്കോണം അവിടെ. ഞാനതുകൊണ്ട് പറയാറുണ്ട്, ഇത്തരം ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്നേഹത്തിനൊരു കുറവുമില്ല. ചായ കുടിച്ചൊക്കെയാണ് പിരിയുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ നോ കോംപ്രമൈസ് വിത്ത് ബൈബിൾ ഡോക്ട്രിൻ. ഇതിനോട് നമുക്ക് കോംപ്രമൈസ് ഇല്ല, വേറെ പിണക്കമൊന്നുമില്ല. ഇത് പിണങ്ങിയൊന്നുമല്ല പറയുന്നത്. ഞങ്ങൾ വലിയ സംവാദമൊക്കെ നടത്തിയിട്ട് രാത്രി ഇൻബോക്സിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും എല്ലാം പറഞ്ഞതിന് ക്ഷമയൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത്ര സൗഹൃദം, അതിനകത്ത് പിണക്കമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനോട് ഞങ്ങൾക്ക് കൂട്ടി യോജിപ്പിക്കാൻ, കൂട്ടി ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംവാദങ്ങളിൽ ഇത്തരം ചർച്ചകൾ അത് ചെയ്യുന്നത് തന്നെ അപ്പുറത്തിരിക്കുന്ന ആളിനെ മറിച്ചുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ കൂടെ ആക്കാനല്ല. 10,000-കണക്കിന് ആളുകൾ നാളെ ഇത് കാണുമ്പോൾ അവർക്ക് ഈ സത്യം ബോധ്യപ്പെടണം. അവർക്ക് വേണ്ടിയാണ് ഇത് ആർക്കൈവ്സിലൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. വരും തലമുറ മനസ്സിലാക്കണം വചനത്തിൻ്റെ സത്യം എന്താണെന്ന്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ സഭ പൂർണ്ണമാകുന്ന ഒരു ദിവസം വരെ സകല കൃപാവരങ്ങളും എക്സസൈസ് ചെയ്യാൻ അവൻ നമുക്ക് അനുമതിയും അവകാശവും തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് പിന്നെ നമുക്ക് യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൃപാവരവും വേണ്ട. വേണോ? യേശു വന്നു കഴിഞ്ഞ് രോഗശാന്തി വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആണെന്താ? രോഗമില്ല, പിന്നെന്തോ ശാന്തി? രോഗമില്ല, രോഗശാന്തിയും വേണ്ട. പിന്നെ അപ്പോൾ ഒരു സംശയം, ജാതികളെ രോഗശാന്തിക്ക് ഉതകുന്ന ഇല അത് നമുക്ക് പറിക്കാം. അങ്ങോട്ട് ചെല്ലട്ടെ, അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തിനാന്ന്. ഒന്നും ഇല്ലാതെ പോവില്ല, ഒക്കെ പഠിച്ചിട്ടേ പോവുള്ളൂ. മനസ്സിലായോ കാര്യങ്ങൾ? നമ്മുടെ സമയം കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് എനിക്കൊന്ന് കുറേ എളുപ്പമായിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യങ്ങൾ. ആദ്യം കണ്ട കാഠിന്യമൊക്കെ മാറി. അതിൻ്റെ കാരണങ്ങളിലൊന്ന് സാത്താനെക്കുറിച്ച് പഠിച്ചപ്പോഴേ പ്രയാസം മാറി പലരുടെ. ഒത്തിരി എളുപ്പമായി. നമ്മൾ ഗ്രഹിച്ചു പോലും പുള്ളിയല്ല ആളെന്ന് മനസ്സിലായി. ഇന്നലെ നമ്മൾ അവൻ്റെ വേറൊരു രൂപമൊക്കെ പറഞ്ഞു, പുള്ളി ഡീസൻ്റാന്നും പറയാൻ ഇന്നലെ പഠിച്ചല്ലേ? ഓർക്കുന്നുണ്ടോ അത്? അതുകൊണ്ട് ഇവൻ ഈ തന്ത്രത്തിലായിരിക്കും വരുന്നത്. ഈ ഭീകരമായ 2 കൊമ്പും വെച്ച് പല്ലും വെച്ച് അപായത്തിൻ്റെ ചിഹ്നം പോലെ സാത്താൻ വരുമെന്ന് നിങ്ങൾ ഓർക്കരുത്. അവൻ വളരെ സൗമ്യനായി സ്നേഹിച്ച് സഹകരിച്ച് നമ്മുടെ കൂടെ നടന്ന് പണി പറ്റിച്ചിട്ട് പോകാനാണ് ഈ വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്ന നമുക്ക് ഇന്ന് ക്ലാസ് വിട്ട് പിരിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വരാറായി. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവരൊക്കെ കാണും. നിങ്ങളുടെ കമൻസൊക്കെ സ്വാഗതാർഹം. സംശയമുള്ളത് ഇൻബോക്സിലിടുക. അങ്ങനെ വരുമ്പോൾ എനിക്ക് സംശയമുണ്ടാകാം, വീണ്ടും പഠിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാം തികഞ്ഞ പൂർണ്ണനായൊരു മനുഷ്യനായിട്ടല്ല ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടുകളുടെയും അന്വേഷണങ്ങളുടെയും ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ ഈ പരിമിതമായ കാര്യങ്ങൾ അങ്ങോട്ട് പങ്കുവയ്ക്കുന്നു. അടുത്ത വസ്തുതകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനിയുള്ളത് എളുപ്പമാകും. കാര്യം നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. കിട്ടാതെ പോയത് 17, 18, 19
21, 22 അധ്യായങ്ങളാണ്. അങ്ങോട്ട് ഉടനെ പോകും. 16 വരെ ഏതാണ്ടൊന്ന് ചെന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 11 ഉണ്ട്, 12, 13 ഉണ്ട്, 15 ഉണ്ട്, 14 വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് സന്തോഷചിത്തരായി പിരിയാൻ സ്വർഗത്തിലെ ദൈവം കൃപയും പ്രാപ്തിയും അവസരവും നൽകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.